വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1087/2026 എന്ന കോഡോട് കൂടിയ ജൂനിയർ ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. മെയ് 10 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. കോപ്പറേറ്റീവിലൂടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ടെലഗ്രാം വഴി എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. കോപ്പറേറ്റീവിലൂടെ ക്ലാസ്സിൻ്റെ കൂടാതെ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ നോട്ട്സും അവിടെ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. കോഡോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പഠിക്കാം കേട്ടോ. 1087/26 ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ദ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അമെൻമെൻറ്റ് ആക്ട്, ദ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് വാസ് എക്സ്റ്റെൻഡഡ് ടു എലിജിബിൾ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് അമെൻമെൻറ്റ് ആക്ടിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ കൂടാതെ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്നാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിനും കൂടി ബാധകമായിട്ടുള്ളത് എന്നും കൂടി ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആർക്ക് മാത്രമായിരുന്നു ബാധകം ഉണ്ടായിരുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിൽ മാത്രമായിരുന്നു. പിന്നെ അതിൻ്റെ പരിധി കൂട്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സിനും കൂടി അതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് ഈ അമെൻമെൻറ്റ് ആക്ടിന് ശേഷമാണ്. അപ്പോൾ ആ ആക്ട് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DICGC ഇപ്പോൾ കുറച്ച് എക്സാമുകളായിട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഇത് സ്റ്റാർട്ടിംഗ് ആണ്. DICGCയുടെ ലയനത്തിന് മുമ്പേ, അതായത് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ DICGCയെ ബന്ധപ്പെട്ട് കുറച്ച് ഫാക്റ്റ് നമുക്ക് നോക്കി വയ്ക്കാം. 1950 റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയാണ് ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട്, അതായത് ഡെപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് വേണം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയാണ്. ആദ്യമായിട്ട് ഈ കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് 1950 കേട്ടോ. റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് 1950. പിന്നെയാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കമൻസ് ചെയ്യുന്നത്. അത് ജനുവരി 1, 1962. അപ്പോൾ ചിലപ്പോൾ ഇനി അതാവും ചോദിക്കുക, 1962 ആവും ചോദിക്കുക. ജനുവരി 1, 1962. അതിൻ്റെ ഫസ്റ്റ് ബോർഡ് ഓഫ് കോർപ്പറേഷൻ ഹെഡ് ചെയ്തിരുന്നത് VR അയ്യങ്കാർ ആയിരുന്നു കേട്ടോ. അയ്യങ്കാർ ആയിരുന്നു ഫസ്റ്റ് ബോർഡ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം ഇനീഷ്യലി നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. 68 ഈ ഒരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം ആർക്കും കൂടി ബാധകമാക്കിയത്, കോപ്പറേറ്റീവ് ബാങ്ക്സിനും കൂടി ബാധകമാക്കിയത്. അപ്പോൾ ആ ആക്റ്റാണ് 68 ആക്ട് കേട്ടോ. അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ 1968 നമുക്ക് എന്ത് കൊടുക്കാം, ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. 1968 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷമാണ് ആരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്, എലിജിബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ഉത്തരം ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 1968 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ ആർക്കുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ കൊമേഴ്ഷ്യൽ ബാങ്കിന് മാത്രമാണ് ഇത് ബാധകം ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇവർക്കും കൂടി ബാധകമായത് എന്നുകൂടി ഓർക്കാം. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വന്നത് ജനുവരി 1, 1962. ആദ്യത്തെ ഹെഡ് VR അയ്യങ്കാർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം തുടക്കത്തിൽ വന്നപ്പോൾ, അതായത് 62 വന്നു. 62 ഇവർ കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അന്നൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 68 ഈ അമെൻമെൻറ്റ് ആക്ടോട് കൂടിയിട്ടാണ് ആരെ ഉൾപ്പെടുത്തിയത്, കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഉൾപ്പെടുത്തിയതെന്ന് ആലോചിക്കുക. പിന്നെ DICGC ഇപ്പോൾ അതായത് സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമിക് ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പം സേഫ്റ്റി നെറ്റ് എന്ന പദം ന്യൂസ് ലെറ്ററും ഉണ്ട്, അവരുടെ ബൈ ആനുവലിയാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞ ഒരു കോമിക് ബുക്കും ഉണ്ട്, ഒരു ബൈ ആനുവലിയുള്ള പബ്ലിക്കേഷൻ ന്യൂസ് ലെറ്ററും ഉണ്ട്. രണ്ടും അവരുടെ തന്നെയാണ്, DICGCയുടെ തന്നെയാണ് കേട്ടോ. ഒരു മൂങ്ങയുടെ പടകളാണ്, കണ്ണട വെച്ചൊരു മൂങ്ങയാണ് ലോഗോ ആയിട്ടുള്ളത് കേട്ടോ. കണ്ണട വെച്ചൊരു മൂങ്ങ, അതാണ് ലോഗോ ആയിട്ടുള്ളത്. നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ചാറ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. DICGC റിലീസ്ഡ് ആൻ ഇൻ്ററാക്റ്റീവ് കോമിക് ബുക്ക് ടൈറ്റിൽഡ് DICGC ദ സേഫ്റ്റി നെറ്റ്. അപ്പോൾ സേഫ്റ്റി നെറ്റ് കണ്ട ആരെ ആലോചിക്കണം, സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞാൽ സേഫായിട്ടുള്ള വല അല്ലേ, നമ്മുടെ ഇൻഷുറൻസൊക്കെ സേഫായിട്ട് വലയുടെ ഉള്ളിൽ വെച്ചിരിക്കാമെന്ന് ആലോചിക്കുക, DICGC ആലോചിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ വർഷങ്ങൾ നമ്മൾ പഠിച്ചു. 61 ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് വന്നു. സ്കീം തുടങ്ങിയത് 1 ജനുവരി 1962. ഇനീഷ്യലി ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊമേഴ്ഷ്യൽ ബാങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമ്മുടെ ചോദ്യത്തിന് ആസ്പദമായ അമെൻമെൻറ്റ് കടന്നു വരുന്നു 1968. 68 അതോട് കൂടിയിട്ടാണ് എലിജിബിൾ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അമെൻമെൻറ്റ് ആക്ട് 1968. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്തൊരു രണ്ടും കൂടി, അതായത് കോർപ്പറേഷൻ ആദ്യം ഇൻഷുറൻസ് കോർപ്പറേഷൻ മാത്രമായിരുന്നു, പിന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടും കൂടി ലയിച്ചിട്ടാണ് ഇന്നത്തെ കാണുന്ന DICGC ആയിട്ടുള്ളത്. DIC എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചു.
അത് കഴിഞ്ഞ് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ വന്നത് 1971 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നാ വന്നത് മനസ്സിലാവാൻ ഇത്തിരി വർഷങ്ങളുള്ള കാരണം ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക, നന്നായിട്ട് കറക്റ്റായിട്ട് പഠിച്ച് എഴുതി വെക്കുക. ഈ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ചോദ്യം വരും കേട്ടോ. ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നാ വന്നത് 1971 മെർജ് ചെയ്ത് 1978. എന്നിട്ട് DIC ആയിട്ട് അവർ മെർജ് ചെയ്യാണ് ഉണ്ടായത്. ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈ ഒരു DICനായിട്ട്, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനായിട്ട് മെർജ് ചെയ്ത് ഇവരെ പേരൊക്കെ മാറ്റിയിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫങ്ഷൻസും കൂടി ഇവർ ഏറ്റെടുക്കാൻ തുടങ്ങി. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 78 അതിൻ്റെ വർഷം കേട്ടോ. ഏതാ വർഷം? 78. അപ്പോൾ സാധാരണയായിട്ടുള്ള DICGCയുടെ കാര്യങ്ങൾ നിങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കി വയ്ക്കാം. 1978 DICGC എന്ന പേര് വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1978 ഈ ഒരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനും കൂടി ഒന്നായി. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു 62 പറഞ്ഞു അല്ലേ. 1 ജാനുവരി അത് സ്കീമാണ് കേട്ടോ. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീമാണ് 1 ജാനുവരി 1962. ആ 62 ഉണ്ടായത് അതും പിന്നെ ഈ 71 ഉണ്ടായതും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്ത് വന്നത്, 1978 DICGC എന്ന പേരോടുകൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഡേറ്റാണ്. ഇപ്പോൾ 5 ലക്ഷമാണല്ലോ ലിമിറ്റ് വെച്ചിട്ടുള്ളത്. പെർ ഡെപ്പോസിറ്റർ പെർ ബാങ്കാണ്, ഒരു ഡെപ്പോസിറ്റർ പെർ ബാങ്കാണ്. ഇപ്പോൾ 3 ബാങ്ക് ഉണ്ടെങ്കിൽ ഓരോ ബാങ്കിൽ നിന്നും എന്ത് ചെയ്യും, കിട്ടും എന്നാണ് അർത്ഥം കേട്ടോ. പെർ ഡെപ്പോസിറ്റർ പെർ ബാങ്കാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പെർ ഡെപ്പോസിറ്റർ പെർ ബാങ്കാണ്. ഇപ്പോൾ എനിക്ക് ഒരു ബാങ്കിൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ ബാങ്കിലുണ്ട്, വേറെ ബാങ്കുകൾ. അപ്പോൾ 3 ബാങ്കാണ്. അപ്പോൾ 3 ബാങ്കിൽ നിന്നും എനിക്ക് ഒരു ബാങ്കിൽ നിന്ന് 5 ലക്ഷം വെച്ച് കിട്ടും. എന്നാൽ എനിക്ക് ഒരേ ബാങ്കിൽ 3 ടൈപ്പ് അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒരു സേവിങ്സ് ഉണ്ട്, ഒരു FD ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എനിക്ക് ഒറ്റ 5 ലക്ഷമേ കിട്ടുള്ളൂ. കാരണം ഈ 3 അക്കൗണ്ടും ഒരേ ബാങ്കിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് മൊത്തം കവറേജ് ആയിട്ടുള്ള 5 ലക്ഷം മാത്രമേ ടോട്ടൽ എമൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, ഒരേ ബാങ്കിൽ ഇടാതെ വ്യത്യസ്ത ബാങ്കിൽ കൊണ്ടുവരണം എന്ന് പറയണം കേട്ടോ. പെർ ഡെപ്പോസിറ്റർ പെർ ബാങ്കാണ്. അതിൻ്റെ ഡേറ്റ് കൂടി വന്ന ഡേറ്റ് February 4, 2020. ചിലപ്പോൾ ചോദിച്ചേക്കാം 5 ലക്ഷം എന്ന പരിധി എന്ന് ഉയർത്തിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ February 4, 2020 ഉയർത്തിയത്. ആ കാര്യം ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ആശയം ഉണ്ടല്ലോ, ഇത്തരത്തിലൊരു ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് USA ആണ് കൊണ്ടുവന്നത്. നമ്മൾ സെക്കൻഡ് കൺട്രിയാണ് കേട്ടോ. ഇന്ത്യ സെക്കൻഡ് കൺട്രിയാണ്. അതിന് മുന്നേ USA ഫെഡറൽ റിസർവ് സിസ്റ്റമാണ് ഈ ഒരു ആശയം പുറത്തു വിടുകയും അവരത് ആപ്ലിക്കബിൾ ആക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയാണ് രണ്ടാമത്തെ രാജ്യം. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ആരടയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഷുവേർഡ് ബാങ്കാണ് അടയ്ക്കേണ്ടത്. ഇൻഷുവേർഡ് ബാങ്കാണ് ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത്, നമ്മളല്ല അടയ്ക്കേണ്ടത് കേട്ടോ. ഡെപ്പോസിറ്റർ അല്ല. ഡെപ്പോസിറ്ററിന് മേലത് കെട്ടിവെക്കാനൊന്നും പറ്റില്ല. ഇനി ബാങ്ക് എന്തെങ്കിലും കാരണവശാൽ ഇത് അടയ്ക്കാൻ ഫെയിലായി എന്ന് വിചാരിക്കുക. അപ്പോൾ DICGCയിൽ എന്ത് ചെയ്യണം, ഇൻഷുർഡ് എമൗണ്ട് ഡെപ്പോസിറ്റേഴ്സ് 90 ഡേയ്സിനകം ക്ലെയിമിന് പോകാമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ തന്നില്ല, ബാങ്ക് ഫെയിലായി, DICGCയുടെ എമൗണ്ട് തന്നില്ലെങ്കിൽ 90 ദിവസം, ഡെപ്പോസിറ്റേഴ്സ് വിത്തിൻ 90 days ഓഫ് ദ ക്ലെയിം ബീങ് പ്രോസസ്ഡ് എന്നാണ് പറയുന്നത്. 90 ദിവസത്തിനകത്ത് ഉള്ളിൽ പ്രോസസ്സ് ചെയ്ത് കൊടുക്കണം എന്നാണ് നിയമം കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാങ്ക് ഫെയിലായി കഴിഞ്ഞാൽ ഇൻഷുർഡ് എമൗണ്ട് ഡെപ്പോസിറ്റേഴ്സിന് DICGC കൊടുക്കേണ്ടി വരും. 90 ഡേയ്സിനുള്ളിൽ DICGC കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അവർക്ക് ലയബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. 5 ലാക്കാണ് ഇപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞു. ഇഫ് യു ഹാവ് ഡെപ്പോസിറ്റ് ഇൻ 3 ഡിഫറെൻറ്റ് ബാങ്ക്, 3 ഡിഫറെൻറ്റ് ബാങ്കിലുണ്ടെങ്കിൽ ഈച്ച് ഈസ് ഇൻഷുർഡ് അപ് ടു 5 lakhs സെപ്പറേറ്റ്ലി. ഓരോന്നും 5 ലക്ഷം. അപ്പോൾ ഒരുപാട് തുക നമ്മൾ ഒരു ബാങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല. വ്യത്യസ്ത ബാങ്കുകളിലാണെങ്കിൽ നമുക്ക് കവറേജ് കൂടുതൽ എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. ഓരോ ബാങ്കിനും 5 ലക്ഷം ഈച്ച് ഉണ്ടാവും. പക്ഷേ ഇഫ് യു ഹാവ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വിത്ത് ദ സെയിം ടൈപ്പ് ആണെന്ന് വിചാരിക്കുക. ഒരേ ബാങ്കിൽ ഒരേ ടൈപ്പിൽ 2 സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു എക്സാമ്പിളാണ്, ദേ ക്ലബ്ഡ് ടുഗദർ ടു 5 lakh ലിമിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ 2-3 അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യമില്ല. എന്നാൽ അക്കൗണ്ട്സ് ഹെൽഡ് ഇൻ ഡിഫറെൻറ്റ് കപ്പാസിറ്റിയിലുള്ള അക്കൗണ്ട്. എന്താ ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, ഒരെണ്ണം ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്, ഒരെണ്ണം ജോയിൻ്റ് അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും ഒരു ജോയിൻ്റ് അക്കൗണ്ടായിട്ട് എന്നെ ഒരു പാർട്ട്ണർ ജോയിൻ്റ് അക്കൗണ്ടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ അതൊക്കെ ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്, കപ്പാസിറ്റി വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യുക സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ട് ക്ലബ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൻ്റെ ബാധ്യതകൾ ഒരിക്കലും അതിലേക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവുമ്പം സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് പരിഗണിക്കുക. അല്ലാതെ എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് മറ്റേ അക്കൗണ്ട് പോലെയല്ല, പേഴ്സണൽ അല്ല. മറ്റേത് കറണ്ട്, FD, സേവിങ്, ഇത് 3 പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇതൊരുമിച്ച് ക്ലബ് ചെയ്ത് ഒറ്റ 5 ലക്ഷം എനിക്ക് തരാൻ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയല്ല കിടക്കുന്നത്. അത് ഓരോന്നിനും ഓരോ റെപ്രസെൻറ്റേറ്റീവ്
കപ്പാസിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ വ്യത്യസ്തമായി കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് തുക കിട്ടുക കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കണം എന്നാണ് നമ്മൾ പഠിക്കുക. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. DICGC ലയബിൾ ടു പേ ഡെപ്പോസിറ്റർ ആൻഡ് ഈക്വലൻ്റ് ഓഫ് ദെയർ ഇൻഷുർഡ് ഡെപ്പോസിറ്റ് വിത്തിൻ 90 days ഓഫ് ദ RBI പ്ലേസിംഗ് ദ ബാങ്ക് അണ്ടർ റെസ്ട്രിക്ഷൻ. RBI പറയുന്ന റെസ്ട്രിക്ഷൻ അനുസരിച്ച് 90 ദിവസത്തിനകം തുക കൊടുക്കണം എന്നാണ്. അതിനുള്ള ലയബിലിറ്റി ആർക്കുണ്ട്? DICGCക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ 45 ഡേ ബാങ്ക് സബ്മിഷനാണ് പറയുന്നത്. ഇൻഷുർഡ് ബാങ്ക് മസ്റ്റ് സബ്മിറ്റ് എ സർട്ടിഫൈഡ് ഡെപ്പോസിറ്റർ വൈസ് ലിസ്റ്റ് കൊടുക്കണം. ആർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് എത്രയുണ്ട് എന്നുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ DICGCക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കവറേജിൻ്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞു 5 ലക്ഷം ആണെന്ന് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന്. പിന്നെ ആരാണ് DICGC? ആരുടെ സബ്സിഡിയറിയാണ്? റിസർവ് ബാങ്കിൻ്റെ സബ്സിഡിയറിയാണ്. അത് ആദ്യം പറയേണ്ടതായിരുന്നു, ഇപ്പോൾ അവസാനമാണ് പറഞ്ഞത്. ഓർത്ത് വയ്ക്കുക കേട്ടോ. DICGCയുടെ സബ്സിഡി, റിസർവ് ബാങ്കിൻ്റെ സബ്സിഡിയാണ് ആര്? DICGC. അപ്പോൾ കുറേ പോയിന്റുകൾ പറഞ്ഞു, ഒന്ന് കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാം കേട്ടോ. 1950 ആദ്യം DICGC ആരുടെ സബ്സിഡിയറി ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. RBIയുടെ സബ്സിഡി ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. ഒരു പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കണം. 1950 റൂറൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി സപ്പോർട്ട് ചെയ്തു ഒരു കൺസെപ്റ്റിനെ. അതെന്നാണ് വന്നത്. പിന്നെ ആദ്യത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ USA ആണ്, ഫെഡറൽ റിസർവ് സിസ്റ്റം. അവരുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റമാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ കേട്ടോ. ഇൻഷുറൻസ് സ്കീമിന്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസിന് പ്രാധാന്യം കൊടുക്കുന്ന രണ്ടാമത്തെ രാജ്യം. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കമൻസ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്തത് January 1, 1962 കേട്ടോ. January 1, 1962 കോർപ്പറേഷൻ തുടങ്ങുന്നത്. പിന്നെ മറ്റേത് 1971. എന്നിട്ട് അവർ രണ്ടു കൂട്ടരും കൂടി ജോയിൻ ചെയ്തിട്ടാണ് DICGC ആവുന്നത്. ഫസ്റ്റ് ബോർഡ് ഓഫ് കോർപ്പറേഷൻ ആരാണ്? VR അയ്യങ്കാറാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം ആദ്യം 62 വന്ന സമയത്ത് ആർക്ക് മാത്രമായിരുന്നു ആപ്ലിക്കബിൾ? അപ്പോൾ എന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിന് ആപ്ലിക്കബിൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62 വർഷമാണ് എഴുതേണ്ടത്. അന്ന് അവർക്ക് മാത്രമേ അത് ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നപ്പോൾ തുടർന്നിട്ടുള്ള അമെൻമെൻറ്റ് ആക്ടിൽ 68 ആരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കൊമേഴ്ഷ്യൽ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്, എലിജിബിൾ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ DICG's ഒരു സേഫ്റ്റി നെറ്റ് പറഞ്ഞു. അതെന്താണ്? അതൊരു ഇൻ്ററാക്റ്റീവ് കോമിക് ബുക്കുമാണ്, ഒരു ന്യൂസ് ലെറ്ററുമാണ്. ബൈആനുവലി ഉള്ള ഒരു കണ്ണട വെച്ച മൂങ്ങയാണ് കേട്ടോ ഈ ഒരു കോമിക് ബുക്കിൻ്റെ പടത്തിലുള്ളത്. ഓക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ DICGC മർജ് ചെയ്ത കാര്യം പറഞ്ഞു. ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഉണ്ടായി 71. എന്നിട്ട് 78 ഇവർ രണ്ടു കൂട്ടരും കൂടി DICGC ആയി മാറുകയാണ്. നെയിം ചേഞ്ച് ചെയ്തു DICGC. അതോടുകൂടി DICGC ആദ്യം ഉണ്ടായിരുന്ന ക്രെഡിറ്റ് പിന്നെ ഇൻഷുറൻസ് സ്കീം മാത്രമല്ലാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫങ്ഷൻസും കൂടി ഏറ്റെടുക്കാൻ തുടങ്ങി. അതുകൂടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വാക്ക് കൂട്ടിച്ചേർത്തു കോർപ്പറേഷൻ അന്നപ്പം. കറണ്ട് ലിമിറ്റ് 5 ലക്ഷമാണ്. ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. February 4, 2020 കറണ്ട് ലിമിറ്റായി 5 ലക്ഷമാക്കി മാറ്റിയത് എന്ന് പറയാം. USAയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ബാങ്ക് എന്തെങ്കിലും കാരണവശാൽ കൊടുത്തില്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ആര് കൊടുക്കണം? DICGC കൊടുക്കണം കേട്ടോ. DICGCക്ക് ബാധ്യതയുണ്ട് കൊടുക്കാൻ, പൈസ കൊടുക്കാൻ. 5 ലക്ഷത്തിൻ്റെ കാര്യം എപ്പോഴും ഓർക്കുക. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി ആണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് കണക്കാക്കും. പക്ഷേ സെയിം ആണെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളാണ്, ഒരേ കപ്പാസിറ്റിയിലുള്ള ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളാണെങ്കിൽ ഒരൊറ്റ എണ്ണമായിട്ട് കണക്കാക്കുള്ളൂ. ഒരേ ബാങ്കിൽ 3 അക്കൗണ്ട് ഉണ്ടെങ്കിലും 5 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ. ഡിഫറൻറ്റ് ബാങ്കിൽ ഡിഫറൻ്റ് ആയിട്ടാണെങ്കിൽ അപ്പോൾ അയാൾക്ക് 5, 5, 5 എന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം കിട്ടും. അത് എമൗണ്ടിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. DICGC ആരുടെ സബ്സിഡിയറിയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി ആണെന്ന് ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആർ പ്രൈമർലി ഫ്രെയിംഡ് ബൈ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു ക്വസ്റ്റ്യൻ ആണിത്. പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നത് സാധാരണ RBI ആണ്. അപ്പോൾ റെഗുലേഷൻസ് ബേസ്ഡ് ആണ് RBI ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുക. ഇത് റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരു കൺട്രോൾ ചെയ്യുന്നത് നബാർഡാണല്ലോ. കൺട്രോളല്ല, അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? സർക്കുലറൊക്കെ പുറപ്പെടുവിക്കുന്നത്, നമ്മുടെ ബാങ്കിൻ്റെ സർക്കുലറൊക്കെ പുറപ്പെടുവിക്കുന്നത് ഇവരാണെങ്കിലും റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർക്കുലർ പുറപ്പെടുവിക്കുന്നത് നബാർഡും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ നബാർഡാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. സോ അതൊരിത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു. എല്ലാവരും RBI ചൂസ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി വായിക്കുക. റെഗുലേഷൻസ് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് RBI കൊടുക്കാമായിരുന്നു. അത് പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. അപ്പോൾ നബാർഡാണ് ഉത്തരം കൊടുക്കേണ്ടത് കേട്ടോ. ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാം. ഇപ്പോൾ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇത് പഴയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ.
ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആദ്യമായിട്ട് വന്ന സമയത്തെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1995 ആദ്യമായിട്ട് വരുന്നത്. 1995 ആദ്യമായിട്ട് വരുന്നത്. അന്നത്തെ ഡേറ്റ് ജൂൺ 14 കേട്ടോ. ജൂൺ 14 അന്നത്തെ ഡേറ്റ് വന്നിട്ടുള്ളത്. ജൂൺ 14, 1995. ഇപ്പോഴത്തെ ഓംബുഡ്സ്മാൻ സ്കീം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇപ്പം അറിയപ്പെടുന്നത്. അതിൻ്റെ ഡേറ്റും പഠിക്കണം. 12 നവംബർ 2021. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1 നേഷൻ 1 ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. 12 നവംബർ 2021 കേട്ടോ. നവംബർ 12, 2ൻ്റെ കളിയാണെന്ന് ആലോചിക്കുക. 12 പിന്നെ നവംബർ ആകുമ്പം 2 ഇല്ല, 2 1 അത് 2 1 എന്ന് ആലോചിക്കുക. പിന്നെ 21 ആലോചിക്കുക. അപ്പോൾ 12 അങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇപ്പുറത്ത് 21, നടുക്കൊരു 11 ഇടുക. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ മാറിപ്പോവില്ല ഡേറ്റുകൾ. 12 ഇടുക, ഇപ്പുറത്ത് 21 ഇടുക, നടുക്ക് 11 ഇടുക. അപ്പോൾ ഡേറ്റ് ഓക്കെ. പിന്നെ 3 സ്കീമുകൾ ഇതിൽ കൂടിച്ചേർന്നിട്ടില്ല. പണ്ട് ഓരോന്നിനും ഓരോ സ്കീമായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയണത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം NBFCയുടെ 2018, പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 2019. ഇപ്പോൾ എല്ലാം കൂട്ടിച്ചേർന്ന് ഒന്നേ ഉള്ളൂ, ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. ഇപ്പോൾ നമ്മുടെ കേരള ബാങ്ക് ആരുടെ കീഴിലാണ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ കീഴിൽ നിന്ന് മാറിയിട്ട് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ കീഴിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും കൺഫ്യൂസിങ് ആണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. കേരള ബാങ്ക് നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ കീഴിലാണ് പരാതികളൊക്കെ ഇനി കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി ഐറ്റം? അടുത്തൊരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് എന്ന് അറിയണം, എന്നാലേ നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് 5 years എന്ന് പറഞ്ഞു. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് 5 years എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റിൽ വല്ല മാറ്റവും വരുമോ? ഞാനൊരു FD ഇടാൻ പോയി, 7.5% എനിക്ക് പലിശ തന്നിട്ടുള്ളത്. അപ്പം ഞാൻ 5 വർഷത്തേക്ക് 7.5% തന്നെ. മാർക്കറ്റിൽ എന്ത് തന്നെ സംഭവിച്ചാലും, മാർക്കറ്റിൽ 8% ആയാലും എനിക്ക് 7.5% പലിശ കിട്ടുള്ളൂ. അത് പിന്നെ പുതുക്കണം. ആ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞ് ഞാൻ പുതുക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് മാറ്റം വരുള്ളൂ. അങ്ങനെ ഒരു മാറ്റം എൻ്റെ FDയിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. സോ അത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി ഐറ്റം അല്ല, നോട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോട്ട് ആൻ ഇൻട്രസ്റ്റീവ് ലയബിലിറ്റിയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് അത് കാണേണ്ടത്. മനസ്സിലായോ? ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ഐറ്റം അല്ല. ഇൻട്രസ്റ്റീവ് സെൻസിറ്റീവ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റിൻ്റെ വേരിയേഷൻസ്, അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻസിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ഇൻട്രസ്റ്റിൻ്റെ വേരിയേഷൻസ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റീവ് സെൻസിറ്റീവ് ഐറ്റമാണ്, ലയബിലിറ്റി ഐറ്റമാണ്. അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ്. അപ്പോൾ ലോങ് ടേമിൽ കിടക്കുന്ന ഒന്നും എന്തല്ല, ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി ഐറ്റം അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം. കാരണം ഒരു 5 വർഷം 10 വർഷം കിടക്കുന്ന സാധനത്തിന് ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് മെച്യൂരിറ്റി വരെ കിട്ടുള്ളൂ. അതിൽ പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് പറയണം. അപ്പോൾ ഇവിടെ ഉത്തരം വന്നിട്ടുള്ളത് ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓഫ് 5 years അതാണ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഷോർട്ട് ടേമിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി തന്നതെല്ലാം ഷോർട്ട് ടേമാണ് അല്ലേ. ഒന്ന് ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്, ഒന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്, പിന്നെ ഉള്ളത് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇതൊക്കെ ഷോർട്ട് ടേം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ എന്ത് ബാധിക്കും? ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി ബാധിക്കും. ഇനി നമുക്കിത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇതൊരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. അതായത് വാരിയബിൾ റേറ്റ് ഡെപ്പോസിറ്റുകൾക്കും ഷോർട്ട് ടേം ബോറോയിങ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും ഫ്ലക്ച്വേഷൻസ് വരുമ്പം. അത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റുകളിൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ മാറ്റം വരുന്ന ഡെപ്പോസിറ്റുകൾ, ആ ഒരു ഒബ്ലിഗേഷനെയാണ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റി എന്ന് പറയാം. പൊതുവേ ഇത് ആർക്കാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഷോർട്ട് ടേം ബോറോയിങ്സിനാണ്. കാരണം ചെറിയ ബോറോയിങ്സ് വിൽക്കലും വാങ്ങലും വരുമ്പം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻസ് പോലും അവരെ എഫക്റ്റ് ചെയ്യും. കാരണം കാലാവധി കഴിഞ്ഞ് പുഞ്ഞം പുതുക്കുമ്പം വേറൊരു റേറ്റ് ആയിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ എന്ത് മനസ്സിലാക്കി വയ്ക്കുക? ഷോർട്ട് ടേം ബോറോയിങ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, കോൾ മണി ഒരു ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആണ്. ഓവർനൈറ്റ് ബോറോയിങ് ആണ്. ഡെയിലി വീക്കിലി ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യാമല്ലോ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആണ്. ഷോർട്ട് ടേം ആണെന്ന് മാത്രമല്ല, അത് പിന്നെ മെച്യൂരിറ്റി കഴിഞ്ഞ് നമ്മൾ പുതുക്കുമ്പോൾ ഇൻട്രസ്റ്റ് വാരി ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഫിക്സഡ് റേറ്റിലേക്കുള്ള ലോങ് ടേം ഐറ്റംസ് ഒന്നും എന്തല്ല, ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അല്ല. അവയെ നോൺ സെൻസിറ്റീവ് എന്നാണ് പറയുക കേട്ടോ. നോൺ സെൻസിറ്റീവ്.
ഓക്കെ, അവർ ഫ്ലോട്ടിംഗ് റേറ്റ് ഷോർട്ട് ടേം ഐറ്റംസ് ഒന്നും ബാധിക്കില്ല. അപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സെൻസിറ്റീവാണ്, ഇൻട്രസ്റ്റ് സെൻസിറ്റീവിൽ ബാധിക്കുന്നതാണ്. ലോങ് ടേം ഉള്ളതൊന്നും ബാധിക്കില്ല എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ ഇതിനൊരു 2 ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒന്ന് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. അതൊന്നും പറയണമെന്നുള്ളൂ, ചോദിച്ചിട്ടില്ല. ഗ്യാപ്പ് അനാലിസിസും ഡ്യൂറേഷൻ അനാലിസിസും കേട്ടോ. ഗ്യാപ്പ് അനാലിസിസും ഡ്യൂറേഷൻ അനാലിസിസും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവിൻ്റെ റേറ്റുകളുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ അവർ അസസ് ചെയ്യുന്ന 2 മെത്തേഡ്സാണ് അനലിറ്റിക്കൽ ടൂൾസാണ് ഗ്യാപ്പ് അനാലിസിസും ഡ്യൂറേഷൻ അനാലിസിസും. അപ്പോൾ ചെറിയൊരു കാര്യം പ്രശ്നമാണ്, മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നോമിനേഷൻ ടു ബി മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ in respect of articles left in safe custody with a bank shall be in favor of. അപ്പോൾ നോമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ഥിരം വരാറുണ്ടല്ലേ. നോമിനേഷൻ്റെ നമ്മുടെ ന്യൂ ബാങ്കിങ് നോമിനേഷൻ അമെൻമെൻറ്റ് വന്നത് എന്നാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. നവംബർ 1 കേട്ടോ. നവംബർ 1 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാങ്കിങ് അമെൻമെൻറ്റ് ആക്ട് വന്നത് അതിലത്തെ കണ്ടീഷൻസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ വരാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഗ്രൂപ്പിലാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് നോട്ടിലുണ്ടാവും, ഒന്ന് പോയി വായിച്ചു നോക്കാം കേട്ടോ. നവംബർ 1, 2025 ഇത് ശരിക്കും ഒഫീഷ്യലി എഫക്റ്റ് ആവുന്നത്. അന്ന് വന്നെങ്കിലും നവംബർ 1, 2025 തൊട്ടാണ് ഇത് അപ്ലിക്കബിലിറ്റി വന്നത് കേട്ടോ. അന്ന് തൊട്ടിട്ട് പിന്നെ ഈ ഒരു നോമിനീസ് എത്ര നോമിനീസ് ആവാം, അപ് ടു 4 ആവാം എന്നാണ്. നോട്ട് എക്സീഡിങ് 4 എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അമെൻമെൻറ്റ് ആക്ട് 2025 ആഡ് ഓൺ ചെയ്തു. പണ്ടത്തെ പോലെയല്ല, നോമിനീസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. കൊറോണയൊക്കെ വന്ന് കുറേ ആൾക്കാർ മരിച്ചു പോയപ്പം ഒരു നോമിനി മാത്രം ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ 1-2 നോമിനികളാകുമ്പോൾ പ്രശ്നം വന്നായിരുന്നു അല്ലേ. 2 പേര് മരിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടീഷൻസിലാണ് നോമിനീസിൻ്റെ എണ്ണം കൂട്ടാമെന്നും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോർമൽ ഡെപ്പോസിറ്റിൻ്റെ കാര്യമല്ല, ആർട്ടിക്കിൾസ് ലെഫ്റ്റ് ഇൻ സേഫ് കസ്റ്റഡിയിലാണ്. അതായത് സൂക്ഷിച്ച് വെച്ചതുള്ള ആർട്ടിക്കിൾസ്, അത് സേഫ് കസ്റ്റഡിയിൽ കൊടുത്ത ആർട്ടിക്കിൾസിൻ്റെ നോമിനേഷൻ എങ്ങനെ നടത്തും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025 എത്ര 4 നോമിനീസ് അവരുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കും ലോക്കറിനും, പ്രത്യേകം ശ്രദ്ധിക്കണം, ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കും ലോക്കറുകൾക്കും, അതായത് സേഫ് കസ്റ്റഡിയിലും ഐദർ സൈമൾട്ടേനിയസ്ലി ഓർ സക്സസീവ്ലി ആവാം. ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് കേട്ടോ, ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കും ലോക്കറുകൾക്കും ഐദർ സൈമൾട്ടേനിയസ്ലി ഓർ സക്സസീവ്ലി ആവാം എന്നാണ് ജനറൽ കണ്ടീഷൻ. 4 നോമിനീസ് ആഡ് അപ്പ് 4 നോമിനീസ് ആഡ് ചെയ്യാം, 4 നോമിനീസ്. മൾട്ടിപ്പിൾ നോമിനീസ് കസ്റ്റമേഴ്സ് ക്യാൻ നെയിം അപ് ടു 4 ഇൻഡിവിജ്വൽസ്. പ്രീവിയസ് സിംഗിൾ നോമിനി ലിമിറ്റൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ സൈമൾട്ടേനിയസ് നോമിനേഷനാണ് വെക്കുക ബാങ്ക് ഡെപ്പോസിറ്റിന്. ഈ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട, നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ ചേർത്തിടുക. യു ക്യാൻ നെയിം അപ് ടു 4 നോമിനീസിനെ കൊടുക്കാം, ഒന്നെങ്കിൽ ഒറ്റയടിക്ക്. സ്പെസിഫിക് പേഴ്സൻറ്റേജ് ഓരോരുത്തർക്കും ഓരോ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് എവിടെ കൊടുക്കുക, സൈമൾട്ടേനിയസിൽ കൊടുക്കുക കേട്ടോ. സൈമൾട്ടേനിയസിൽ കൊടുക്കുക എന്താണ്, പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ്. അപ്പം 4 ആൾക്കുണ്ടെങ്കിൽ ആദ്യത്തെ ആൾക്ക് 50%, പിന്നീട് വരുന്ന 20, 20, 10 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ പേഴ്സൻറ്റേജ് വെച്ചിട്ട് കൊടുക്കാം. സക്സസീവ് നോമിനേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, അത് ബോത്ത് ഡെപ്പോസിറ്റ്സ് ആൻഡ് സേഫ്റ്റി ലോക്കേഴ്സിനാണ് സക്സസീവ് വരുന്നത്. അപ്പോൾ സക്സസീവ് ഡെപ്പോസിറ്റിനും വെക്കാം, സേഫ്റ്റി ലോക്കറിനും വെക്കാം എന്നാണ് പറയുന്നത്. സക്സസീവ് ആണ് ആർക്ക് വെക്കുക, സേഫ്റ്റി ലോക്കറിന് വെക്കുക. നമ്മൾ നോർമലി പറഞ്ഞു ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ സൈമൾട്ടേനിയസ്ലി സക്സസീവായിട്ട് വെക്കാമെന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും ഈ സക്സസീവ് നോമിനേഷൻ വെക്കേണ്ടത് എവിടെയാണ്, സേഫ്റ്റി ലോക്കറുകൾക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഡെപ്പോസിറ്റിനും വെക്കാം കേട്ടോ. അപ്പം ഒരാൾക്ക് പെർസെൻറ്റേജ് അല്ല വേണ്ടത്, പ്രയോറിറ്റി അനുസരിച്ച്. ഇവിടെ എന്താ വെച്ചാൽ പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഇപ്പം 4 ആളിൽ ഇയാളില്ലെങ്കിൽ ഇയാൾ, അതും ഇല്ലെങ്കിൽ അയാൾ, ABCD. എക്ക് ആദ്യം പ്രയോറിറ്റി, A കഴിഞ്ഞാൽ Bക്ക് പ്രയോറിറ്റി, B കഴിഞ്ഞാൽ Cക്ക് പ്രയോറിറ്റി, C കഴിഞ്ഞാൽ Dക്ക്, അങ്ങനെ. അപ്പോൾ ലിസ്റ്റ് ഓഫ് നോമിനീസ് ഇൻ ഓർഡറിൽ കൊടുക്കുകയാണ്. സോ നെക്സ്റ്റ് നോമിനി ബിക്കം എലിജിബിൾ ഓൺലി ഇഫ് ദ പ്രൊസീഡിങ് നോമിനി പാസസ് അവേ. A മരിച്ചാൽ മാത്രമേ Bക്ക് അവിടെ എന്തുള്ളൂ, പ്രയോറിറ്റി വരുന്നുള്ളൂ. സോ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പം സക്സസീവ് നോമിനേഷൻ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്, ഡെപ്പോസിറ്റേഴ്സിനും പറ്റും, സേഫ്റ്റി ലോക്കറിനും പറ്റും. സേഫ്റ്റി ലോക്കർ നിങ്ങളത് ആലോചിച്ചാൽ മതി, പെർസെൻറ്റേജ് ആയിട്ടല്ല കൊടുക്കുന്നത്, കാരണം ഇത് മുറിച്ച് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി തൽക്കാലം.
ഇത് സാധനം അല്ല, സേഫ്റ്റി ആയിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കുകയാണല്ലോ. അപ്പം പെർസെൻറ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അവിടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് കൊടുക്കുക. അങ്ങനെ വിചാരിച്ചാൽ മതി. പെർസെൻറ്റേജ് ആയിട്ട് മുറിക്കാൻ പറ്റാത്ത കാരണം സക്സസീവ് നോമിനേഷൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ. പിന്നെ സക്സസ് ആവുന്ന ആൾക്കാർ അങ്ങനെ സക്സസീവ് നോമിനേഷൻ സക്സസ് ആവുന്ന ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക എന്ന് ആലോചിക്കുക. കോഡ് വേണമെങ്കിൽ, അതായത് സക്സസ് ആവുന്ന ആൾക്കാർക്കാണല്ലോ നമ്മളെപ്പോഴും മുൻതൂക്കം കൊടുക്കുക അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. സക്സസീവ് നോമിനേഷൻ പ്രയോറിറ്റി നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ 1 A B C D പ്രയോറിറ്റിയാണ്. A മരിച്ചാൽ B, B മരിച്ചാൽ C, C മരിച്ചാൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. മറ്റത് പേഴ്സൻറ്റേജ് ബേസിലാണ്. എന്ത് സൈമൾട്ടേനിയസ് കൊടുക്കുന്നത് പേഴ്സൻറ്റേജ് വൈസാണ്, സക്സസീവ് കൊടുക്കുന്നത് പ്രയോറിറ്റി വൈസാണ്. അപ്പോൾ സക്സസ് ഉള്ളവർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയെന്ന് ആലോചിക്കുക. ഡെപ്പോസിറ്റിന് രണ്ടും ആവാം, കുഴപ്പമില്ല. പക്ഷേ ലോക്കറിനും സേഫ്റ്റി ആയിട്ട് കീപ്പ് ചെയ്യാനും സക്സസീവ് നോമിനേഷനാണ് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ ഉത്തരം ഏതാ വരിക? സേഫ് കസ്റ്റഡി അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 or more ഇൻഡിവിജ്വൽസ് നോട്ട് എക്സീഡിങ് 4 സക്സസീവ്ലി എന്ന ഉത്തരമാണ് കൊടുക്കേണ്ടത് കേട്ടോ. സക്സസീവ്ലി ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. സക്സസീവ്ലി കൊടുക്കുക, ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ ഡേറ്റ് November 1, 2025 ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒരു അൺകണ്ടീഷണൽ ഓർഡർ അല്ലേ? അതെ. നോട്ട് ട്രാൻസ്ഫറബിൾ ആണോ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റുമല്ലേ. ട്രാൻസ്ഫർ ചെയ്യലാണ് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പ്രധാന പണി തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. ട്രാൻസ്ഫറബിൾ ആണ്. സർട്ടൻ സം കറക്റ്റായിട്ട് എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും, എത്ര രൂപ. പിന്നെ റിട്ടൺ ആൻഡ് സൈൻഡ് ആണ്, അതൊക്കെ ശരിയാണ്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ട്രാൻസ്ഫറബിൾ സൈൻഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഗ്യാരണ്ടീസ് ദ പേയ്മെൻറ്റ് ഫോർ എ സ്പെസിഫിക് സം ഓഫ് മണി ടു ഡെസിഗ്നേറ്റഡ് പേഴ്സൺ ഓർ ദ പെയർ. അതിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാണ് അല്ലേ. പിന്നെ മാറ്റം ആരാണോ ബെയർ അവർക്ക് മാറ്റം ചെയ്ത് പോവാം. ഓക്കെ. സ്പെസിഫിക് സം ഓഫ് മണി ടു ഡെസിഗ്നേറ്റഡ് പേഴ്സൺ, ആരാണോ ഹോൾഡ് ചെയ്യുന്നത് ബെയറർ ആരാണോ അതിനനുസരിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വാല്യൂ ഉള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാഷ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു സ്പെസിഫൈഡ് ബാങ്കറുടെ പേരിൽ ഡ്രോൺ ചെയ്യുന്നതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? കത്തും അല്ലേ. അത് ചെക്കാണ് കേട്ടോ. സ്പെസിഫൈഡ് ബാങ്കറുടെ പേരിലാണ്. പ്രോമിസറി നോട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഇപ്പോൾ സ്പെസിഫൈഡ് ബാങ്കറുടെ പേരിലാണോ? അല്ല. അപ്പോൾ ചെക്കാണ്. ചെക്ക് ഈസ് എ ബിൽ. അപ്പോൾ ചെക്ക് എന്താണ്? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്ന് ആലോചിക്കുക. ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് വന്നാലാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യവും പഠിക്കുക. നോട്ട് എക്സ്പ്രസ്ഡ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ഒരു പോയിന്റ്, നോട്ട് എക്സ്പ്രസ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ് ഈ രണ്ട് കാര്യം. ദേ മസ്റ്റ് ബി ഓൾവേസ് ഡ്രോൺ, ഒരു ബാങ്കിൻ്റെ പേരിലാണ് ഡ്രോൺ ചെയ്യുന്നതെന്നും. പിന്നെ നോക്കേണ്ടത് എന്താണ്? അവരെ പേയബിൾ ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ഡിമാൻഡ് ആണെന്നും ആലോചിക്കുക കേട്ടോ. ദേ ആർ പേയബിൾ എപ്പോഴും, ഓൾവേസ് പേയബിൾ എപ്പോഴും കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ഡിമാൻഡ് ആണ് എന്നും ആലോചിക്കുക. ഈ രണ്ട് പോയിൻറ്റും ആലോചിച്ചാൽ ഉത്തരം കിട്ടി. ഹു എൻജോയ്സ് ദ റൈറ്റ്സ് ഓഫ് കൺവേർട്ടിങ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്കിനെ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ആക്കുകയാണ്. അപ്പോൾ ആൻഡ് എൻറ്റൈറ്റിൽഡ് ടു ക്രോസ് എ ചെക്ക് ഐദർ ജനറലി ഓർ സ്പെഷ്യലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൂ എൻജോയ്സ് ദ റൈറ്റ്, ആർക്കാണ് ഇത് കൺവേർട്ട് ചെയ്തിട്ട് ആ റൈറ്റ് എൻജോയ് ചെയ്യാൻ കഴിയാമെന്നും. അപ്പോൾ ഇവിടെയും കൺഫ്യൂഷൻ വന്നു. കാരണം ഹോൾഡറും ഉണ്ട്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും ഉണ്ട് ഒരു ഓപ്ഷനിൽ, ഹോൾഡർ മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ വരാം. ഹോൾഡർ ആണോ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. പക്ഷേ നമ്മൾ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ സെക്ഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 49 കേട്ടോ. ആ 49 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞ വേർഡ് പറയുന്നില്ല, ഹോൾഡർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹോൾഡർ മാത്രമേ ആൻസർ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഇല്ല അവിടെ. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഉത്തമ വിശ്വാസത്തിലുള്ള ഹോൾഡർ എന്നുള്ള പരിഗണനയിലുള്ളൂ. പക്ഷേ സെക്ഷൻ 49 അത് പറയാത്തത് കാരണം ഹോൾഡർ തന്നെയാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സംഭവം ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഓക്കെയാണ്, പ്രാക്ടീസിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഈ ഒരു നിയമത്തിൽ അത് അങ്ങനെ പറയണില്ല, ആ വാക്ക് പറയണില്ല. അപ്പോൾ സെക്ഷൻ 49 പറയണത് എന്താ? കൺവേർഷൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ഇൻ ടു എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ ആക്കുമ്പോൾ ഇറ്റ് അലൗസ് എ ഹോൾഡർ ടു റൈറ്റ് എ സ്പെസിഫിക് പേയീസ് നെയിം എബവ് എ പ്രീവിയസ് എൻഡോസർ സിഗ്നേച്ചർ വിത്തൗട്ട് അസ്യൂമിങ് എനി പേഴ്സണൽ ലയബിലിറ്റി ആസ് ആൻ എൻഡോസർ ദംസെൽസ് എന്നാണ് പറയുന്നത്. അതായത്
മാറ്റി കൊടുക്കാം. എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്കിനെ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുള്ളാക്കാം. അത് ഹോൾഡർക്ക് എ ഹോൾഡർ ടു റൈറ്റ് ഒരു സ്പെസിഫിക് പേയുടെ നെയിം പ്രീവിയസ് എൻഡോഴ്സൻ്റെ സിഗ്നേച്ചറിന് വിത്തൗട്ട് അസ്യൂമിങ് ഒരു പേഴ്സണൽ ലയബിലിറ്റി മറ്റയാൾക്ക് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, അലോട്ട് ചെയ്ത് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സെക്ഷൻ 49 പറയുമ്പം എ ഹോൾഡർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്നൊന്നും ഇപ്പോൾ നമ്മൾ പറയണില്ല, അത് നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കണം. എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാവുന്ന റൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് വെക്കുകയല്ല ഇപ്പോഴും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്? ദ സെയിം. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്. കുറേ വരിച്ചു വാരി കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ഒന്നുമില്ല. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിൽ എന്താ പറയണത്? സെക്ഷൻ 10 8, 9, 10 പേയ്മെൻറ്റ്. അതിൽ കറക്റ്റ് 10 8 3 പഠിക്കണം, 8, 9, 10 നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ 8, 9, 10 കറക്റ്റ് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 10ലാണ് എന്ത് പറയണത്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് പറയണത്. അതിൽ പറയുന്ന പോയിന്റുകൾ തന്നെയാണ് അതിൽ പറയുന്നുള്ളൂ. സെക്ഷൻ 10 കൊടുത്തിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ABC എന്നായിട്ട് തന്നിട്ടുള്ളത്. ഒരു പേയ്മെൻറ്റ് അക്കോർഡൻസ് വിത്ത് ദ അപ്പാരൻറ്റ് ടെനർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റിനെ നോക്കിയിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഈ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. ഒരു നെഗ്ലിജൻസും ഉണ്ടാവാൻ പാടില്ല. അയാൾ എന്തെങ്കിലും കള്ളലക്ഷണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ബാങ്കിന് തോന്നണം. അങ്ങനെ പേയ്മെൻറ്റ് ഷുഡ് ബി ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസത്തോട് കൂടിയതായിരിക്കണം. നെഗ്ലിജൻസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് സർക്കംസ്റ്റാൻസസ് ആയിട്ട് അയാൾ സംശയാസ്പദമായിട്ട് വന്ന ടൈറ്റിലാവാൻ പാടില്ല. ഓക്കെ, അല്ലാതെ ജെന്യുവിനായി കൊണ്ടുവന്നതാണെന്ന് പൊസഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഒരു സസ്പീഷ്യസും ആവാൻ പാടില്ല. അങ്ങനെ ആവണം ബാങ്കിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അല്ലേ. അപ്പോൾ ബാങ്കിന് പേ ചെയ്യാം എന്നാണ് പറയണത്. എന്നതിലല്ലാത്തൊരു സംഭവം ഇവിടെ ഡി ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബന്ധമില്ല. ചെക്ക് ബിയറിങ് എ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയണം. ചെക്ക് ബിയറിങ് എ സ്പെഷ്യൽ ക്രോസിങ് ഇൻ ദ നെയിം ഓഫ് കേരള ബാങ്ക് ഈസ് പെയ്ഡ് വെൻ പ്രസൻറ്റഡ് ത്രൂ ഫെഡറൽ ബാങ്ക്. അപ്പോൾ നമ്മൾ പ്രത്യേകം ആലോചിക്കുക, ഇവിടെ സ്പെഷ്യൽ ക്രോസിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നോട്ട് എ ഫീച്ചർ ഓഫ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആണല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഉത്തരം തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഈ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ ഒരു കാര്യം കൂടി അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാം. സ്പെഷ്യൽ ക്രോസിങ് നടത്തുമ്പോൾ നമ്മൾ കേരള ബാങ്കിൻ്റെ പേര് സ്പെഷ്യൽ ക്രോസ് ചെയ്തൊരു ചെക്കാണ്. അപ്പോൾ അത് പ്രസൻറ്റഡ് ത്രൂ ഫെഡറൽ ബാങ്ക് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുക? കേരള ബാങ്കിലൂടെയാണ് പേയ്മെൻറ്റ് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ ക്രോസിങ്ങിൽ ആരുടെ പേരിലാണോ ബാങ്കിലുള്ളത് അപ്പോൾ ആ ബാങ്കിലൂടെയാണ് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യേണ്ടത്. കളക്ഷന് വേണമെങ്കിൽ പോവാം ഫെഡറൽ ബാങ്കിന്, പേയ്മെൻറ്റ് ത്രൂ കൂടെ ഇറങ്ങണം, കേരള ബാങ്കിലൂടെ ഇറങ്ങണം എന്ന കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സെക്ഷൻ 10 കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. സെക്ഷൻ 10 പറയുന്ന 3 കണ്ടീഷൻസ് മേലെ പറഞ്ഞു തന്നെയാണ്. മസ്റ്റ് സ്ട്രിക്ട്ലി ആരായിരിക്കണം? അപ്പാരൻറ്റ് ടെനർ ആയിരിക്കണം, ടു ബി ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം, വിത്തൗട്ട് നെഗ്ലിജൻസ് ആയിരിക്കണം, റൈറ്റ് ആയിട്ടുള്ള പൊസസർ കൈവശാവകാശി ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് പിന്നെ നമ്മൾ പറഞ്ഞു ചെക്ക് വിത്ത് സ്പെഷ്യൽ ക്രോസിങ് ആരുടെ പേരിലായിരിക്കണം? സ്പെസിഫൈഡ് ബാങ്കർ നെയിംഡ് ഇൻ ദ ക്രോസിങ്. ക്രോസിങ്ങിൽ സ്പെസിഫൈഡ് ചെയ്ത ബാങ്കറുടെ പേരിലാണ് സ്പെഷ്യൽ ക്രോസിങ് പെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. മസ്റ്റ് ബി പെയ്ഡ് കേട്ടോ. അതുകൊണ്ട് ചെക്ക് സ്പെഷ്യലി ക്രോസ്ഡ് ടു കേരള ബാങ്ക് ആർക്ക്? ലീഗലി ആർക്ക് കൊടുക്കാൻ പാടില്ല? ഡിഫറെൻറ്റ് ബാങ്കിലൂടെ പ്രസൻറ്റ് ത്രൂ ചെന്നാൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡാഷ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ കൺട്രീസ് സെൻട്രൽ ബാങ്ക് ചാർജസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ ലോങ് ടേം ലോൺസ് ഓഫൺ വിത്തൗട്ട് കൊളാട്രൽ. അപ്പോൾ ഇത് നമ്മുടെ റേറ്റുകളൊന്ന് നന്നായി പഠിച്ചാൽ നമുക്കത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാങ്ക് റേറ്റ്, റെപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ ഒന്ന് നോക്കാം. റിപ്പോയും റിവേഴ്സ് റിപ്പോയും ബാങ്ക് റേറ്റും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒക്കെ റേറ്റുകൾ തന്നെയാണ്. അപ്പോൾ ബോറോവർ ആരാണ്? റിപ്പോ റേറ്റിൽ ആരാണ് ബോറോ ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് വാങ്ങുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു? RBIയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അതാണ് എന്ത്? റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിവേഴ്സ് റിപ്പോയുടെ കാര്യം നേരെ മറിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളിലെ എക്സസ് ഫണ്ട് പാർക്ക് ചെയ്യണം എവിടെ? സെൻട്രൽ ബാങ്കിലാണ് പാർക്ക് ചെയ്യുന്നത് അവർ അല്ലേ. കുറച്ച് അവർക്ക് എക്സസ് ഫണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ എക്സസ് ലിക്വിഡിറ്റി കളയാൻ വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? അവരിൽ നിന്ന് പാർക്ക് ചെയ്യുന്നു ഫണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്കാണ് ഇവിടെ ബോറോവർ എന്ന് പറഞ്ഞാൽ. ബാങ്ക് റേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വാങ്ങിക്കുന്ന വായ്പ തന്നെയാണ്. RBIയിൽ നിന്ന് വാങ്ങിക്കുന്ന വായ്പയാണ്. ഇവിടെ ലെൻഡർ സെൻട്രൽ ബാങ്കാണ്. ഇവിടെ ലെൻഡർ റിസർവ് റിപ്പോയുടെ കാര്യത്തിൽ ലെൻഡർ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെന്ന് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള എക്സസ് ഫണ്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് എടുത്തു വയ്ക്കാൻ കൊടുക്കുന്നത്. ആരുടെ കേസിൽ? റിവേഴ്സ് റിപ്പോ കേസിൽ കേട്ടോ. പിന്നെ സെൻട്രൽ ബാങ്ക് തന്നെയാണ് ബാങ്ക് റേറ്റ് കൊടുക്കുന്നത്. ഡ്യൂറേഷൻ ചോദിക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റ് ഷോർട്ട് ടേം ആണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? ഷോർട്ട് ടേം ആണ്.
ബാങ്ക് റേറ്റ് എന്താണ്? ലോങ് ടേം ആണ്. അപ്പോൾ അത് പഠിക്കണം. ഇവിടെ ലോങ് ടേം ലോൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ലോങ് ടേം ലോൺ എന്നല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് പിടിക്കാം. ഷോർട്ട് ടേം ആണ് റിപ്പോ, അപ്പോൾ റിപ്പോ അല്ല. റിവേഴ്സ് റിപ്പോ ഷോർട്ട് ടേം ആണ്. ലോങ് ടേം ഉള്ളത് ആരാണ്? ബാങ്ക് റേറ്റ് ആണ് ലോങ് ടേം ഉള്ളത്. സോ നമുക്ക് ഉത്തരം കിട്ടി ബാങ്ക് റേറ്റ് എന്ന്. പിന്നെ കൊളാട്രലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റിൽ കൊളാട്രൽ റിക്വയർഡ് ആണ്. റിവേഴ്സ് റിപ്പോയിലും ഓഫൺ റിക്വയർഡ് നോർമലായിട്ട് വാങ്ങിക്കും. ബാങ്ക് റേറ്റിൽ നോട്ട് റിക്വയർഡ് ആണ്. അതാണ് വിത്തൗട്ട് കൊളാട്രൽ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊളാട്രൽ ആവശ്യമില്ല. ലോങ് ടേമിന് കൊടുക്കുന്നുണ്ടെങ്കിലും വിത്തൗട്ട് കൊളാട്രലാണ് കൊടുക്കുന്നത് ബാങ്ക് റേറ്റ് കേട്ടോ. സോ അത് നോട്ട് ചെയ്യുക. കൊളാട്രൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? റിപ്പോയ്ക്കും റിവേഴ്സ് റിപ്പോയ്ക്കുമാണ്. ബാങ്ക് റേറ്റിന് കൊളാട്രൽ വേണോ? വേണ്ട. നോട്ട് റിക്വയർഡ് ആണ് കേട്ടോ. പർപ്പസ് പ്രൈമറി ഗോൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇൻഫ്ലേഷൻ ആണ്. ഇത് എക്സസ് ലിക്വിഡിറ്റി, അതായത് ഫണ്ട് എക്സസ് ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ചെയ്യുന്നത് റിവേഴ്സ് റിപ്പോയിൽ. ഇത് ലോങ് ടേം ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റേറ്റിന്മേൽ വായ്പ ബാങ്ക് വാങ്ങിക്കുന്നത്. സോ ഇത്രയും കാര്യം ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ് പറയാം. റിവേഴ്സ് റിപ്പോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവലൈസ്ഡ് ബേസിസ് ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കേട്ടോ, ഇൻട്രസ്റ്റ് ആണല്ലോ ചോദിക്കുക. റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് ഡെയിലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെയിലി ഫോർ ഡെയിലി കേട്ടോ. റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബേസിസ് ആണ്. ഫോർ ദ എക്സാക്റ്റ് എത്ര നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ഫണ്ട് പാർക്ക് ചെയ്തു, സെൻട്രൽ ബാങ്കിൽ പാർക്ക് ചെയ്തു എന്നത് നോക്കിയിട്ടാണ് സെൻട്രൽ ബാങ്കാണ് കൊടുക്കേണ്ടത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ആർക്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിന് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക, കാരണം അവരിങ്ങോട്ട് ഫണ്ട് തന്നിരിക്കുകയല്ലേ. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആനുവലൈസ്ഡ് ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിലും ഇൻട്രസ്റ്റ് അക്രൂഡ് ചെയ്യുന്നത് ഡെയിലിയാണ്. എത്ര ദിവസം ആ ഫണ്ട് ഇവിടെ പാർക്ക് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അത് കൊടുക്കുക. അപ്പോൾ റിപ്പോ റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ കൊടുക്കണം. കാരണം ബാങ്കാണ് കാശ് മേടിച്ചിരിക്കുന്നത്, അപ്പോൾ ബാങ്ക് കൊടുക്കണം. റിപ്പോ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡും ഡെയിലി ബേസിസിലാണ്. എത്ര ഔട്ട്സ്റ്റാൻഡിങ് ബോറോയുടെ എമൗണ്ട് ഉണ്ട് അത് അതിനനുസരിച്ചിട്ടാണ് അവരടയ്ക്കേണ്ടത് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്, ഡെയിലി ബേസിസിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ് അവരടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തതാണ്. അപ്പോൾ ലിക്വിഡിറ്റി, സേഫ്റ്റി, പ്രോഫിറ്റബിലിറ്റി സൗണ്ട് ലെൻഡിങ്ങിൻ്റെ എന്താണ്? പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിസ്ക് ആണ് ഇതിൽ പെടാത്തത് കേട്ടോ. ഏതാ പെടാത്തത്? പ്രിൻസിപ്പിൾ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിസ്ക് ഇതിൽ പെടാത്തതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തതും ഒരു നല്ല ക്വസ്റ്റ്യനായിരുന്നു കേട്ടോ. വെൻ എ ലോൺ ഈസ് ഗ്രാൻഡഡ് ബോത്ത് ഫോർ ബൈയിങ് എക്യുപ്മെൻറ്റ് ആൻഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസസ് സ്പെഷ്യലി ഇൻ കേസ് ഓഫ് സ്മാൾ ബോറോവേഴ്സിന് വേണ്ടിയിട്ട് അതിന് എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, കോമ്പോസിറ്റ് ലോൺ ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, പ്രോജക്റ്റ് ലോൺ ഉണ്ട്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസും നമുക്ക് പഠിക്കണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസും പഠിക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോൺ ആണെന്ന് നോക്കാം. ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, കോമ്പോസിറ്റ് ലോൺ ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, പ്രോജക്റ്റ് ലോൺ ഉണ്ട്. എല്ലാം ഓരോ തരത്തിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബൈയിങ് എക്യുപ്മെൻറ്റ് ബൈ ചെയ്യാനും എന്നാൽ കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിനും രണ്ടും സ്മാൾ ബോറോവേഴ്സിന് വേണ്ടി കൊടുക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കോമ്പോസിറ്റ് ലോൺ എന്നാണ് അറിയപ്പെടുക കേട്ടോ. എന്താ അറിയപ്പെടുക? കോമ്പോസിറ്റ് ലോൺ എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാം നോക്കാം. കോമ്പോസിറ്റ് ലോണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കോമ്പോസിറ്റ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ ബണ്ടിൽഡ് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. ഗ്രാൻഡഡ് ബൈ ബാങ്ക്സ് ടു സ്മോൾ ബോറോവേഴ്സ്, അതുപോലെ ആർട്ടിസൻസ്, MSME എൻ്റർപ്രണേഴ്സ് ടു കവർ ബോത്ത് എക്യുപ്മെൻറ്റ്. അവർക്ക് എക്യുപ്മെൻറ്റ് വേണം. അവരിപ്പോൾ ഒരു MSMEയിൽ ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ആർട്ടിസൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് വാങ്ങണം, മെഷീനറി പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിനൊരു ടേം ലോൺ വേണം. അപ്പോൾ ആൾ ഒരു ടേം ലോണിന് അപ്ലൈ ചെയ്തു, ടേം ലോണൊക്കെ ആയി, എക്യുപ്മെൻറ്റൊക്കെ വാങ്ങി വെച്ചു. പക്ഷേ ആൾക്ക് വീണ്ടും എന്തില്ല? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ വീണ്ടും അഗെയിൻ വർക്കിംഗ് ക്യാപിറ്റലിന് അപ്ലൈ ചെയ്യാൻ പോകണം. എന്നിട്ട് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണം. അപ്പോൾ അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. ധാരാളം ആപ്ലിക്കേഷൻസിൻ്റെ പുറകെ പോകണം അല്ലേ. അപ്പോൾ അവിടെയൊക്കെ കുറേ കൺസ്ട്രെയിൻസ് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൊടുക്കുക. കോമ്പോസിറ്റ് ലോൺ രണ്ടും കൊടുക്കുക. ക്രെഡിറ്റ് ഫെസിലിറ്റി രണ്ടിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം തന്നെ അതിനാണ് വെക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം എക്യുപ്മെൻറ്റ് വേണം, അപ്പോൾ മെഷീനറി പർച്ചേസ് ചെയ്യണം. അതിനുള്ള സംഭവം വെച്ചു, അത് മെഷീനറി പർച്ചേസ് ചെയ്തു. അതിനുശേഷം അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലും കൂടി തരുമോ ചോദിക്കും. അപ്പോൾ അതും ഇതിൽ ഒരുമിച്ചല്ല തരിക. ആദ്യം മെഷീനറി പർച്ചേസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഡേ ടു ഡേ വർക്കിങ്ങിന്
അല്പാൽപ്പമായിട്ട് എടുക്കുക, ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എടുക്കാം. അപ്പോൾ ഇതൊരു ഹേസിൽ ഫ്രീ ആണെന്ന് പറയാം. അതായത് ഹേസിൽ അവർ മാറ്റുകയാണ്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ കുറച്ച് ഇത്തിരി കൂടി ഒരു ഫ്രീഡം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്സസിബിലിറ്റി കൊടുക്കുകയാണ് ഈ കോമ്പോസിറ്റ് ലോൺ. ആർക്ക്? MSME ആർട്ടിസൻസ് ബോറോവേഴ്സിന് കേട്ടോ. അപ്പോൾ ഇത് കോമ്പോസിറ്റ് ലോൺ പ്രധാനമായിട്ട് ഇവർക്കാണ് കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ വേറെയും ഹൗസിംഗ് ലോൺസിലും കോമ്പോസിറ്റ് ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൗസിംഗ് ലോണും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹൗസിംഗ് ലോൺ മാത്രമല്ല, ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് ഇപ്പോൾ നമ്മളൊരു 50 ലക്ഷം രൂപ വേണം, 30 ലക്ഷം ലാൻഡ് വാങ്ങി 20 ലക്ഷം അതിൽ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ രണ്ടിനും കൂടി കിട്ടും. ഒരുമിച്ച് 50 ലക്ഷം പാസ്സായെങ്കിലും ഗഡുക്കളായിട്ടാണ് തരുള്ളൂ. ആദ്യം നമ്മൾ ലാൻഡ് വാങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് തരും. അതിനുശേഷം പിന്നെയുള്ള ഗഡു, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വീടുണ്ടാക്കുന്ന തുകകൾ 4-5 ഗഡുക്കളായിട്ടാണ് നമുക്ക് തരിക. നമ്മുടെ EMI ഫെസിലിറ്റി തുടങ്ങുന്നത് എല്ലാം ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പ്രോസസ്സിങ് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് EMI തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ സംവിധാനങ്ങളുണ്ട്. ഇവിടെ പറയുന്ന കോമ്പോസിറ്റ് ലോൺ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ ബണ്ടിൽഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഗ്രാൻഡഡ് ബൈ ബാങ്ക്സ് ടു സ്മോൾ ബോറോവേഴ്സ് ആൻഡ് ആർട്ടിസൻസ് ആൻഡ് MSME എൻ്റർപ്രണേഴ്സ് ടു കവർ ബോത്ത് മെഷീനറി പർച്ചേസ് ചെയ്യാനും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിനും രണ്ടും ഫണ്ട് ഒരുമിച്ച് കൊടുക്കുന്നതാണ് കോമ്പോസിറ്റ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓവർ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഒരു ഷോർട്ട് ടേം ഫെസിലിറ്റിയാണ്. അല്ലെ, ഇൻഡിവിജ്വൽസിന് വിഡ്രോ ഫണ്ട്സ് ബിയോണ്ട് ദെയർ, അവരുടെ അക്കൗണ്ട് ബാലൻസിനേക്കാൾ കൂടുതൽ നമുക്ക് പിൻവലിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് നമ്മൾ 50 ലക്ഷം പോയി പിൻവലിക്കാൻ പറ്റുമോ? അതില്ല. അയാളുടെ വർക്കിങ്ങിന് ആവശ്യമായ അല്ലെങ്കിൽ അയാൾ ബിസിനസ്സുകാരനാണ് കൂടുതലായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടാവുക. അപ്പോൾ അയാൾക്ക് ഇത്ര ലിമിറ്റ് ഉണ്ടായിരിക്കും. 5 ലക്ഷത്തിൻ്റെ അക്കൗണ്ട്, 10 ലക്ഷത്തിൻ്റെ അക്കൗണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും, ലിമിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്രൂവ്ഡ് ലിമിറ്റ് ആയിരിക്കണം അത്. ഒന്നുമില്ലാത്ത ഒരാൾ പോയിട്ട് 10 ലക്ഷത്തിൻ്റെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് മാൻ, അയാൾക്ക് 100-500 ഉള്ള ആൾ പോയി 10 ലക്ഷത്തിൻ്റെ വേണമെന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ലിമിറ്റ് ലഭ്യമാവുമോ? ഇല്ലേ. അപ്രൂവൽ ലിമിറ്റ് തീരുമാനിക്കുന്നത് ബാങ്കാണ്. അയാളുടെ ട്രാൻസാക്ഷൻസ് ഹിസ്റ്ററി നോക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ ക്രെഡിറ്റ്, അയാളുടെ വയബിലിറ്റി എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടാണ് അത് കൊടുക്കുക. അതിനനുസരിച്ച് അപ്രൂവ്ഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിക്കാൻ പറ്റും, അയാളുടെ ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ബിയോണ്ട് ദെയർ അക്കൗണ്ട് ബാലൻസ് വലിക്കാം. പക്ഷേ ഒരു അപ്രൂവ്ഡ് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്ര ലക്ഷത്തിൻ്റെ, നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അങ്ങനെയല്ലേ എടുക്കുക, 2 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ്, 1.5 ലക്ഷത്തിൻ്റെ, 1 ലക്ഷത്തിൻ്റെ, 5 ലക്ഷത്തിൻ്റെ കാശുള്ളതിനനുസരിച്ച് കൂടുതൽ ലിമിറ്റ് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് സർവീസ് ചാർജും അവർ ഈടാക്കും. അപ്പോൾ അതാണ് പറയുന്നത്, അവ വലിക്കുന്ന തുകയുടെ എണ്ണം കൂടുതലായിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഓൺലി ചാർജ്ഡ് ഓൺ ദ ആക്ച്വൽ എമൗണ്ട് വിഡ്രോ. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ 2 ലക്ഷം രൂപ എടുത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ്ഡ് ഓൺ ദ ആക്ച്വൽ എമൗണ്ട് യു വിഡ്രോ. നിങ്ങൾ എത്രത്തോളം വിഡ്രോ ചെയ്തു എന്നതിനെ ആസ്പദമാക്കി മാത്രം. നിങ്ങളുടെ ലിമിറ്റ് 10 ലക്ഷമാണെന്ന് വെച്ചിട്ട് 10 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ്, ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് നിങ്ങൾ പേ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എക്സ്ട്രാ എടുത്തു, അതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൽ മതി? പേ ചെയ്താൽ മതി കേട്ടോ. സോ അങ്ങനെയും വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ലോണാണ് ക്യാഷ് ക്രെഡിറ്റ്. ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ അഡ്വാൻസ് ആണ് എന്ത്? ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ബിസിനസ് ഡ്രോസ് ഫണ്ട്സ് അപ് ടു ഒരു സാങ്ഷൻഡ് ലിമിറ്റ്, അവരുടെ ഇൻവെൻറ്ററി റിസീവബിൾസും വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി തുടങ്ങുന്നത്. പേയിങ് ഇൻട്രസ്റ്റ് ഓൺലി ഓൺ ദ യൂട്ടിലൈസ്ഡ് എമൗണ്ട്. ഇവിടെ അതുതന്നെയാണ്, യൂട്ടിലൈസ്ഡ് എമൗണ്ടിന് മാത്രമാണ് അവർ എന്ത് ചെയ്യേണ്ടത്? പലിശ അടയ്ക്കേണ്ടത്. അല്ലാതെ എല്ലാം സാങ്ഷൻഡ് ലിമിറ്റിന് മൊത്തം എന്ത് അടയ്ക്കേണ്ട? ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട. ഓക്കെ. ഇതൊരു റിവോൾവിങ് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. കാരണം ക്യാഷ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാം, പിന്നെ വീണ്ടും പുതുക്കാം, പിന്നെ വീണ്ടും അടയ്ക്കാം, അങ്ങനെ. അതൊരു അതാണ് റിവോൾവിങ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. യു ക്യാൻ കണ്ടിന്യൂസ്ലി വിഡ്രോ ആൻഡ് ഡെപ്പോസിറ്റ് ഫണ്ട്സ് വിത്തിൻ ദി ലിമിറ്റ്. ഈ ലിമിറ്റിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി വിഡ്രോ ചെയ്യാം, കണ്ടിന്യൂസ്ലി ഡെപ്പോസിറ്റുകൾ ഫണ്ട് ചെയ്യാം, യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് റിവോൾവിങ് ക്രെഡിറ്റ് കാർഡ് പോലെയാണെന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് പോലെയാണ്, ബട്ട് വിത്ത് സിഗ്നിഫിക്കൻ്റ്ലി ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇതിന് വരുന്നില്ല. ഇതിന് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിനെ നോക്കുമ്പോൾ കേട്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല എന്നല്ല പറഞ്ഞത്, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാഷ് ക്രെഡിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ പ്രൊജക്റ്റ് ലോൺ എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം, പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ലോങ് ടേം സ്ട്രക്ചേർഡ് ലോണാണ്. അത് ഒരു എന്തെങ്കിലും പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വെഞ്ചറൊക്കെ തുടങ്ങുമ്പോൾ, ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ വെഞ്ചറൊക്കെ തുടങ്ങുമ്പോഴാണ് പ്രൊജക്റ്റ് ലോൺസ് പൊതുവായിട്ട് എന്ത് ചെയ്യാറ്? കൊടുക്കാറ്. ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നതാണ് പ്രൊജക്റ്റ് ലോണിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
കോമ്പോസിറ്റ് ലോണാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് ഓവർ ഡ്യൂ പീരിയഡ് ഫോർ ക്ലാസിഫൈയിങ് എ ടേം ലോൺ ആസ് ആൻ NPA? NPA ഇപ്പോൾ CSEBക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. NPA എന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം NPA എന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കണം. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പിന്നെ ഭാഗമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വേറെയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു പിന്നെ ലോണ് NPA ആകുമ്പോൾ ബാങ്കിനൊരു സ്ട്രെസ്സാണ്. അയ്യോ ഇതും NPA ആയല്ലോ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു SMA എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ബാങ്ക് കൊണ്ടുവരുന്നത്. പെട്ടെന്നൊരു സഡൻ ഷോക്ക് ഉണ്ടാവാതിരിക്കാൻ ബാങ്ക് മോണിറ്റർ ചെയ്യും. വെരി ഫസ്റ്റ് ഡേ ഓഫ് മിസ്ഡ് പേയ്മെൻറ്റ്, എന്നാണ് അടവ് മുടങ്ങിയത് അന്ന് മുതൽ, അടവ് മുടങ്ങിയ തീയതി മുതൽ. അപ്പോൾ SMA എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ SMA നോക്കാൻ തുടങ്ങുന്നത്, ബാങ്ക് മോണിറ്റർ ചെയ്യാൻ തുടങ്ങുന്നത് വെരി ഫസ്റ്റ് ഡേ ഓഫ് മിസ്ഡ് ദാറ്റ് പേയ്മെൻറ്റ്. എന്ന് അടവ് മുടങ്ങിയോ അന്ന് തൊട്ട് ബാങ്ക് ഇത് പെശകാണ് എന്ന് നോക്കി വെക്കും കേട്ടോ. അത് SMA ഫ്രെയിമിലേക്ക് പിന്നെ വരാൻ പോകുന്നതിൻ്റെ ചാൻസസ് ആണ്. അപ്പോൾ അതാണ് സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അത് സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അവരത് കയറ്റി വയ്ക്കും അതിനെ. എന്നിട്ട് ക്ലീനായിട്ട് മോണിറ്റർ ചെയ്യും എന്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് SMA ഇത് നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഓവർ ഡ്യൂ ഫോർ എ പീരിയഡ് ക്ലാസിഫൈയിങ് ടേം ലോൺ ആസ് ആൻ NPA സ്റ്റാൻഡേർഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡാണ് ഇവിടെ നോർമലി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര നാൾ ആണ് NPA ആവാൻ നമ്മൾ എടുക്കണ ഓവർ ഡ്യൂ മുടങ്ങി എത്ര നാൾക്കകമാണ് നമ്മൾ NPA ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാം 90 ദിവസം അല്ലെ 90 ഡേയ്സ് ആണ് നമുക്കറിയാം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 90 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ NPA ആണ് അല്ലേ, സ്റ്റാൻഡേർഡ് ഓവർ ഡ്യൂ. അപ്പോൾ ഈ SMAയിൽ പെടുത്തുമ്പോൾ 3 കാറ്റഗറി ഉണ്ട്. SMAയിൽ 3 കാറ്റഗറി ഉണ്ട് കേട്ടോ. SMA 0 എന്താണ്? 1 മുതൽ 30 ദിവസം വരെയാണ് SMA 0യിൽ. പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ ആയി കിടക്കുകയാണ്. ഒരു ദിവസം, 1-ാമത്തെ ദിവസം മുതൽ എന്നാണോ അടവ് തെറ്റിയത് അന്ന് 1-ാമത്തെ ദിവസം മുതൽ 30 ദിവസം വരെ SMA 0 ആയിരിക്കും. SMA 1 നോക്കുന്നത് 31 to 60 വരെയാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ് കേട്ടോ. SMA 2 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എത്ര നാൾ? 61 to 90 ദിവസം. 61 to 90 ദിവസമാണ് കേട്ടോ SMA 2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 3 കണ്ടീഷൻസും ആലോചിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. SMA 0 1 to 30, 1 ആകുമ്പം 30 to 60, 2 ആകുമ്പം 61 to 90. കോളം ഒക്കെ സെറ്റാക്കി എഴുതി വയ്ക്കുക. അടുത്തത് വന്നിട്ടുള്ളത് അതിപ്പോൾ SMA കഴിഞ്ഞു. SMA കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 90 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങടായി? NPA ആയില്ലോ. NPA ആകുമ്പോൾ വേറെ കാറ്റഗറിയിൽ പെടണം, റിസ്ക് ലെവൽ മാറുകയാണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് വരും, ഡൗട്ട്ഫുൾ വരും, ലോസ് വരും. 3 ടൈപ്പാണ് വരിക. സബ്സ്റ്റാൻഡേർഡ് വരും, ഡൗട്ട്ഫുൾ വരും, ലോസ് വരും. സബ്സ്റ്റാൻഡേർഡ് വരുന്നത് 90 തൊട്ടിട്ട് 12 മാസത്തിനുള്ളിൽ, ആ 90 തൊട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ 90 തൊട്ടിട്ട് 12 മാസം വരെ എന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കാറ്റഗറിയാണ്. ഹയർ റിസ്ക് ആണ്, റിക്കവറി പോസിബിൾ ആണ്, പക്ഷേ ക്ലിയർ ആയിട്ടുള്ള വീക്ക്നെസ് കാണിച്ചു തുടങ്ങും അല്ലേ. അപ്പോൾ റിസ്ക് ലെവൽ ഹയറാണ്, റിക്കവറി പോസിബിൾ ആണ്, പക്ഷേ ഷോസ് ക്ലിയർ വീക്ക്നെസ്. ഡൗട്ട്ഫുൾ അസറ്റ് ആണെങ്കിൽ മോർ ദാൻ 12 മന്ത്സ്, 12 മാസം കഴിഞ്ഞു, മോർ ദാൻ 12 മന്ത്സ് ഉള്ളതിനെയാണ് ഡൗട്ട്ഫുൾ അസറ്റായിട്ട് പരിഗണിക്കുക. അതും ഹയർ റിസ്ക് ആണ്. റിക്കവറി ഈസ് ഹൈലി അൺസർട്ടൻ ആയി മാറി ആൻഡ് ഇംപ്രോപ്പബിൾ ആയിരിക്കും. റിക്കവറി ഇനിയിപ്പോൾ കിട്ടുമോ അൺസർട്ടൻ ആണെന്നാണ് പറയുക കേട്ടോ ഡൗട്ട്ഫുൾ അസറ്റ്സിൻ്റെ കേസിൽ. ലോസ് അസറ്റ്സിനാണെങ്കിൽ ഡിക്ലയേർഡ് അൺറിക്കവറബിൾ ബൈ ദ ബാങ്ക് ഓർ ഓഡിറ്റേഴ്സ്, ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് അൺറിക്കവറബിൾ ആണെന്ന് പറഞ്ഞ് ഡിക്ലയർ ചെയ്താലാണ് ലോസ് അസറ്റ് ആവുക. ടോട്ടൽ ലോസ് റിട്ടേൺ ഓഫ് ചെയ്യും ബുക്സിൽ നിന്നെന്നാണ് പറയുന്നത്. ടോട്ടൽ ലോസ് റിട്ടേൺ ഓഫ് ഫ്രം ദ ബുക്സ്, അതിന് അത്രയും റിസ്ക് ലെവലായി അതിനെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുൾ. അപ്പോൾ ഡൗട്ട്ഫുൾ അസറ്റായിട്ട് എന്ന് പരിഗണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ 12 മന്ത്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മോർ ദാൻ 12 മന്ത്സ് കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് ആയിട്ട് പരിഗണിക്കാം. സബ്സ്റ്റാൻഡേർഡ് അസറ്റായിട്ട് എന്ന് കാണിക്കാമെന്ന് വെച്ചാൽ 90 ഡേയ്സ് ടു 12 മന്ത്സിൻ്റെ ഉള്ളിൽ. പിന്നെ ലോസ് അസറ്റ് ഡിക്ലെയർ ചെയ്തതായിരിക്കണം. ഈ ഒരു കണ്ടീഷൻസാണ്. നമ്മൾ വേറെയും കണ്ടീഷൻസ് ഉണ്ട്, ഇപ്പോൾ തൽക്കാലം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. ഇത് തന്നെയാണ് ഇതിനെ തുടർന്ന് വരുന്നത്, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് 90 ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇന്നൊരു കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞെന്നുള്ളൂ. സംഭവം ഈസ് ദ കാറ്റഗറി ഓഫ് ഓവർ ഡ്യൂ വേർ. ഡൗട്ട്ഫുൾ അസറ്റ് ആവുന്നതിൻ്റെ കാറ്റഗറി എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഡൗട്ട്ഫുൾ അസറ്റ് ആവുന്നതിൻ്റെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൗട്ട്ഫുൾ അസറ്റ് ആവണമെങ്കിൽ മോർ ദാൻ 12 മന്ത്സ് കിടക്കണം. മോർ ദാൻ 12 മന്ത്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ മോർ ദാൻ 12 മന്ത്സ് ഏതാണെന്ന് നോക്കാം. ഏത് ഓപ്ഷനാണ് മോർ ദാൻ 12 മന്ത്സ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഏത് ഓപ്ഷനാണ്? ഓവർ ഡ്യൂ എക്സീഡ്സ് 12 മന്ത്സ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക. ഓവർ ഡ്യൂ എക്സീഡ്സ് 12 മന്ത്സ് എന്താണ് ഡൗട്ട്ഫുൾ അസറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡൗട്ട്ഫുൾ അസറ്റ് നമുക്ക് മനസ്സിലായത് ഓവർ ഡ്യൂ എക്സീഡ്സ് 12 മന്ത്സ് ആണ്, അല്ലെങ്കിൽ മോർ ദാൻ 12 മന്ത്സ് ആണ്. അതിനെ തന്നെ 3 കാറ്റഗറി ആയിട്ടുണ്ട്. ഡൗട്ട്ഫുൾ അസറ്റിന് D1, D2, D3, അല്ലെങ്കിൽ DA1, DA2, DA3, അങ്ങനെ DA എന്ന് പറയാം. ഡൗട്ട്ഫുൾ അസറ്റ് നല്ല പേര്. അപ്പോൾ DA1, DA2, DA3 അങ്ങനെയും കൊടുക്കാം. അപ് ടു 1 ഇയർ ആണെങ്കിൽ DA1 ആണ് കേട്ടോ. അപ് ടു 1 ഇയർ, ഒരു വർഷം വരെ DA1 ആണ്. എന്നാൽ ഒരു വർഷത്തിന് 3 വർഷത്തിൻ്റെയും ഇടയിലാണെങ്കിൽ DA2 ആണ്. മോർ ദാൻ 3 ഇയേഴ്സ്, 3 വർഷത്തിന് കൂടിയ പിന്നെ അത് DA3 ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ് ടു 1 ഇയർ DA1 ആണ്. 1നും 3നും ഇടയ്ക്കാണെങ്കിൽ DA2 ആണ്. മോർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ DA3 ആണ്. അപ്പോൾ ഈ 3ഉം പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഇതേ സംഭവം, ഇതേ ടോപ്പിക് തന്നെയാണ്. പ്രൊവിഷൻസ് മാറ്റി വയ്ക്കണം. ഓൺ ലോസ് അസറ്റിന് വേണ്ടിയിട്ട് എത്ര പ്രൊവിഷനാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് മാറ്റി വയ്ക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓൺ ലോസ് അസറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ടു മേക്ക് പ്രൊവിഷൻ ഓഫ്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മാറ്റി വയ്ക്കുന്നൊന്നുമില്ല, 100% റിസ്ക് ആണ് അല്ലേ. അപ്പോൾ 100% നമ്മൾ മാറ്റി വയ്ക്കണം. ലോസ് അസറ്റിന്മേൽ എത്രയാണ് മാറ്റി വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ 100% തന്നെയാണ് ലോസ് അസറ്റിന്മേൽ നമ്മൾ മാറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ ഉത്തരം എന്താണ്? 100% തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് ലോസ് അസറ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ എക്സാമിന് വേറെ വല്ല അസറ്റും ചോദിക്കാൻ സാധ്യതയുണ്ടല്ലേ. നമുക്ക് അതൊന്ന് പഠിക്കാം. അപ്പോൾ അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ്ങിൽ പെർസെൻറ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സ്റ്റാൻഡേർഡ് അസറ്റ് ഒരു പ്രശ്നമില്ല, റെഗുലറായിട്ട് അടഞ്ഞു പോണതാണ്. അപ്പോൾ അവർക്ക് പ്രൊവിഷനിങ് എത്ര വെക്കണം എന്ന് വെച്ചാൽ 0.25% to 1% ജനറൽ പ്രൊവിഷൻ വെച്ചാൽ മതി എന്നാണ് പറയണത് കേട്ടോ. സ്റ്റാൻഡേർഡ് അസറ്റാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല, റെഗുലറായി പോകുന്നതാണ്. 0.25% to 1% ജനറൽ പ്രൊവിഷൻ മാറ്റി വയ്ക്കണം സ്റ്റാൻഡേർഡ് അസറ്റിന്മേലാണെങ്കിൽ. ഇനി സബ്സ്റ്റാൻഡേർഡ് ആകുമ്പം NPA എങ്ങനെയാണ് കിടക്കുന്നത്? 12 മന്ത്സ് ആ ഒരു NPA ഫോർ സബ്സ്റ്റാൻഡേർഡിൻ്റെ കാറ്റഗറി NPA ഫോർ 12 മന്ത്സ് ആണ്. അപ്പോൾ അത് 2 തരത്തിൽ മാറ്റി വയ്ക്കണം. സെക്യൂർഡ് ലോൺസും ഉണ്ടായിരിക്കും, അൺസെക്യൂർഡ്. 2 തരത്തിൽ സബ്സ്റ്റാൻഡേർഡ് ലോൺസ് ഉണ്ടായിരിക്കും. സെക്യൂർഡ് ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് സെക്യൂരിറ്റി, അത് സെക്യൂർഡ് ലോൺ. അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൊളാട്രൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. അപ്പോൾ 15% സെക്യൂർഡിനും 25% അൺസെക്യൂർഡിനും വേണം. 15% സെക്യൂർഡിനും 25% അൺസെക്യൂർഡിനും വേണം. ഏത്? സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കേട്ടോ. സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അപ്പോൾ ഓരോന്നും നമ്മൾ പഠിക്കണം. സബ്സ്റ്റാൻഡേർഡിന് എന്താ കണ്ടീഷൻ? സബ്സ്റ്റാൻഡേർഡിന് നമ്മൾ പറഞ്ഞു 90 മുതൽ 12 മാസം വരെ, 12 മാസത്തിൽ കൂടി അതെന്താവും? ഡൗട്ട്ഫുൾ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ 90 മുതൽ 12 മാസം വരെയുള്ള സബ്സ്റ്റാൻഡേർഡിൻ്റെ പ്രൊവിഷനാണ് പറഞ്ഞത്. 90 to 12 മന്ത്സ് വരെ ഉള്ളിലുള്ള സബ്സ്റ്റാൻഡേർഡിൻ്റെ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. സെക്യൂർഡിന് 15ഉം അൺസെക്യൂർഡിന് 25ഉം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ ഡൗട്ട്ഫുള്ളാണ്. ഡൗട്ട്ഫുൾ 3 തരമുണ്ട്. സബ്സ്റ്റാൻഡേർഡ് 3 വർഷം, അത് 12 മാസം തൊട്ടിട്ട് 1 to 3 നമ്മൾ പഠിച്ചു. 3 to 4 പഠിക്കുന്നുണ്ട്. 3 to 4 ഇയേഴ്സ് ഇവിടെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 25% ആണ് സെക്യൂർഡ് പ്രൊവിഷൻ. DA1, DA2 നമ്മൾ അവിടെ പഠിച്ചില്ലേ, അത് തന്നെ സെയിം. അപ്പോൾ ഈ ഒരു കോളം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പെർസെൻറ്റേജ് മാത്രം നോക്കിയിരുന്നാൽ മതി. ഡൗട്ട്ഫുൾ 1, ഡൗട്ട്ഫുൾ 2, ഡൗട്ട്ഫുൾ 3 എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 25% ഓൺ സെക്യൂർഡ് പൊസിഷൻ, 40% ഓൺ സെക്യൂർഡ് പൊസിഷൻ. ഡൗട്ട്ഫുൾ 3 ആകുമ്പോൾ പിന്നെ ലോസായി. അപ്പോൾ പിന്നെ അത് നോക്കണ്ട. അപ്പോൾ 100% ഓൺ സെക്യൂർഡ് പോർഷനാണ് വരിക കേട്ടോ. 100% ഓൺ സെക്യൂർഡ് പോർഷനാണ് വരിക. ഓക്കെ, ഈ കോളത്തിൽ 4 ഇയേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 3 ഇയേഴ്സാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് പഠിക്കാത്തരും കൂടി ഇതാ. ഈ ഡൗട്ട്ഫുൾ നമ്മൾ ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഈ കോളത്തിൽ 4 ഇയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡൗട്ട്ഫുൾ ഇത് നോക്കിയാൽ മതി. അപ് ടു 1 ഇയർ നമ്മുടെ CSEB അതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ് ടു 1 ഇയർ, ബിറ്റ്വീൻ 1 and 3 ഇയേഴ്സ്, മോർ ദാൻ 3 ഇയേഴ്സ്. അപ്പോൾ ഈ 4 കണ്ടിട്ട് ഇതെന്താവും? ഇത് കോളം എടുത്ത കോളാണ്. ഈ കോളം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ സർക്കുലറിന്ന് എടുത്ത കോളാണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 to 4 ഇയേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ CSEBയുടെ കീകളിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതന്നെ പഠിക്കുക. അപ് ടു 1 ഇയർ, 1 to 3 ഇയേഴ്സ് ഡൗട്ട്ഫുൾ 2, ഡൗട്ട്ഫുൾ 3 മോർ ദാൻ 3 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അത് സെക്യൂർഡ് പോർഷന് പഠിക്കുക. 25, 40, 100. ഡൗട്ട്ഫുൾ 3ക്ക് 100%ആണെന്ന് പഠിക്കുക.
ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വെക്കണം. അപ്പോൾ ലോസ് അസറ്റും പ്രാവശ്യം ചോദിച്ചു ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളം NPAയുടെ ഭാഗത്തുനിന്ന് NPA ആൻഡ് NPAയുടെ പ്രൊവിഷൻസിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചു അല്ലേ. അപ്പോൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഇനി ഇതുപോലെ ഉള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അസറ്റിൽ പെടുന്നതാണ് വേറൊരു പ്രൊവിഷനിങ്. അപ്പോൾ അത് അഗ്രികൾച്ചർ ആൻഡ് MSME അത് പണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ സ്ഥിരമായിട്ട്. ഈ 0.25% അഗ്രികൾച്ചറും അതുപോലെ SME ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ SME ചോദിച്ചിട്ടുണ്ട്, 0.25% ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നോട്ട് ചെയ്തോളൂ. ഇപ്പോൾ പക്ഷേ അത് കാണാറില്ല. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് SME 0.25%, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ 1%, അതേഴ്സിനാണെങ്കിൽ 0.40%, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ വീടുകൾ അത് 0.75%. ഈ 4% കൂടി ഇതിൽ പെർസെൻറ്റേജ് വൈസ് ഉള്ളൂ. അപ്പം ഇത് പറഞ്ഞ കാരണം നമ്മൾ ഇതും കൂടി ഇതെങ്ങാനും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ എഴുതി വെക്കുക. അല്ല ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ നോട്ട് ഇടുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. Effective from the reporting fortnight beginning November 29, 2025. All cooperative banks are required to maintain a cash reserve ratio of dash their NDTL. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. കാരണം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ CRR കുറച്ച് കൊണ്ടുവന്നല്ലോ. 4% ആയിരുന്നല്ലോ, ഇപ്പോൾ 3% ആക്കി. ഇത് ഒറ്റയടിക്ക് താഴ്ത്തല്ല ഉണ്ടായതും. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് 4 സ്റ്റേജസ് ആയിട്ടാണ് ഓരോ ട്രഞ്ചസിലും ഓരോ സമയത്ത് 4 ഈക്വൽ ട്രഞ്ചസ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തതാണ്. പ്രോഗ്രസീവ് ട്രഞ്ചസ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നവംബർ, ആ ഡേറ്റ് നോക്കണം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് November 29, 2025. അത് ലാസ്റ്റ് ട്രഞ്ചായിരുന്നു അത്. അപ്പോൾ ലാസ്റ്റ് ട്രഞ്ച് എത്തിയപ്പോൾ എന്തായി? 3% ആണ് ആൻസർ വന്നിട്ടുള്ളത്. 3% ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ചോദിക്കുമെന്ന് അറിയില്ല, മേ ബി. അപ്പോൾ നമുക്ക് 4 ട്രഞ്ചും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഇവർ തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ. പിന്നെ തുടങ്ങി 4-ൽ നിന്നും എന്തായി 3% ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ റെഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. 100 BPS 4% to 3% ആക്കാൻ തീരുമാനിച്ചു. ആദ്യം സെപ്റ്റംബർ 6-ലാണ് തുടക്കം. അപ്പോൾ സെപ്റ്റംബർ 6-ൽ 2020 ചിലപ്പോൾ സെപ്റ്റംബർ 6 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് എഴുതണം? 3.75 ആണ്. ചോദിക്കാനുള്ള സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒക്ടോബർ 4-ന് 3.50 ആണ്. നവംബർ 1-ന് 3.25 ആക്കി. നവംബർ 29, അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ 3% ആക്കിയ ഡേറ്റാണ് November 29, 2025 കേട്ടോ. അതൊന്നും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. എന്ന് തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 6-നാണ് തുടങ്ങിയത്. പിന്നെ കുറഞ്ഞു വന്നു. 3.75, 3.50 ആയി, 3.25 ആയി, 3 ആയി. അങ്ങനെ നവംബർ 29 ആകുമ്പോഴേക്കും CRR എന്തായി? 3% ആയി കേട്ടോ. ഉത്തരം 3%. അടുത്തത് നോക്കാം. അടുത്തത് ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 5B ഓഫ് BR ആക്ട്. എന്താണ് അതിൻ്റെ ഡെഫിനേഷനിൽ പറയണത്? ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് or of deposits of money from the public, repayable on demand or otherwise and withdrawable by. എങ്ങനെയൊക്കെ വിഡ്രോ ചെയ്യാം? ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്, ഓർഡർ ഓർ അതർവൈസ് എന്നാണ് പറയുന്നത്. ഡെഫിനിഷനിൽ തന്നെ അങ്ങനെയാണ്. സോ തന്നെ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് നമുക്ക് ഉത്തരം എടുക്കാം. 3 വേണമല്ലോ. ചെക്ക് വേണം, ഡ്രാഫ്റ്റ് വേണം, ഓർഡർ ഓർ അതർവൈസ് വേണം. അപ്പോൾ 3 കൂടി എടുക്കുമ്പം ഇതാണ് 5Bയിലെ ഡെഫിനിഷൻ. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 5B, ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ് എന്ന് പറയാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കസ്റ്റമർ. ഒരു കസ്റ്റമറെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ദ ഡീലിംഗ് ബിറ്റ്വീൻ ബാങ്കറും കസ്റ്റമറും തമ്മിൽ ഡീലിംഗ് നടത്താൻ മസ്റ്റ് ബി ഓഫ് ദ നേച്ചർ ഓഫ് ബാങ്കിങ് ബിസിനസ് ആൻഡ് മസ്റ്റ് ഹാവ് ഏത് ടൈപ്പ് അക്കൗണ്ട് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സേവിങ് അക്കൗണ്ട് വേണോ, കറണ്ട് അക്കൗണ്ട് വേണോ, ഫിക്സഡ് വേണോ? അപ്പോൾ അതിൽ ഏതെങ്കിലും അക്കൗണ്ടാണ് അല്ലേ? സേവിങ്സ്, കറണ്ട് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഒരു ലീഗൽ റിലേഷൻഷിപ്പ് കസ്റ്റമർക്ക് വേണമെങ്കിൽ ആൾക്ക് അവിടെ അക്കൗണ്ട് വേണം അല്ലേ? അക്കൗണ്ട് വേണം, നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സേവിങ്സ് ആവാം, കറണ്ട് ആവാം, ഫിക്സഡ് ആവാം. ഇതിൽ ഏത് അക്കൗണ്ട് ഉണ്ടെങ്കിലും ആൾക്ക് അവിടെ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു ബാങ്കുമായിട്ടെന്ന് പറയാം. അപ്പോൾ ഏത് വേണമെങ്കിലും ഏത് ടൈപ്പ് അക്കൗണ്ട് തുടങ്ങിയാലും ആൾ എന്താണ്? ഒരു കസ്റ്റമറാണ് അവിടുത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് തൊട്ടിട്ടാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് ധാരാളം ചോദിച്ചാണ്, PYQ ആണ്. സോ
നമുക്കറിയാം മാർച്ച് 1, 1966 അപ്പം BR ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റുകളൊക്കെ പഠിച്ചു വയ്ക്കുക. അങ്ങൊക്കെ മാറ്റിയൊക്കെ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടു ഫെസിലിറ്റേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് നോട്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഫെസിലിറ്റേറ്റ് ചെയ്യാനും റുപ്പി കോയിൻസ് ചെയ്യാനും RBI ഹാസ് ഓതറൈസ്ഡ് സെലക്റ്റഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ടു എസ്റ്റാബ്ലിഷ്. RBIക്ക് എല്ലായിടത്തും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്ക് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് RBI കുറച്ച് സെലക്റ്റഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ അവരുടെ ആരാക്കി വെക്കും എന്നാണ് പറഞ്ഞത്, കറൻസി സൂക്ഷിപ്പുകാർ. കറൻസി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതാണ് ആരാക്കി വെക്കുന്നതാണ് പറഞ്ഞത്, കറൻസി ചെസ്റ്റ് എന്നാണ് ഇവിടെ ഉത്തരം വരിക. കറൻസി ചെസ്റ്റ് ആക്കി വെക്കുന്നതാണ് പറഞ്ഞത്, കറൻസി ചെസ്റ്റ് കേട്ടോ. സ്ട്രോങ് റൂം എന്താണ്? സ്ട്രോങ് റൂം നമ്മുടെ ലോക്കറൊക്കെ ഇരിക്കുന്ന റൂമാണ് സ്ട്രോങ് റൂം അല്ലേ. ഒരു ബാങ്കിൽ ഗ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു സ്ട്രോങ് റൂം ഉണ്ടായിരിക്കും. നമ്മുടെ ലോക്കറും അവരുടെ വാല്യബിൾസ് എല്ലാം അതിൻ്റെ ഉള്ളിലായിരിക്കും. ഓഫ് സൈറ്റ് ATM എന്താണ്? ഓഫ് സൈറ്റും ഓൺ സൈറ്റ് ATM ആ ബാങ്കിങ് പ്രിമൈസസിലുള്ളത് തന്നെ. ഓഫ് സൈറ്റ് പുറത്തായിരിക്കും അല്ലേ, ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ ഉള്ളിലൊന്നും ആവില്ല, വേറെ എവിടെയെങ്കിലും ബാങ്കിന് ദൂരെ എവിടെയെങ്കിലും, അടുത്തെവിടെയെങ്കിലും ഒന്നും ആവില്ല, കുറച്ച് ടൗണിൽ തന്നെ കുറേ ഓഫ് സൈറ്റ് ATMs ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് കറൻസി ചെസ്റ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. പിന്നെ നമുക്ക് RBIയുടെ റിവൈസ്ഡ് സ്ട്രക്ചറൽ ആൻഡ് ഓപ്പറേഷണൽ നോംസ് സ്ട്രോങ് റൂംസിനും കറൻസി ചെസ്റ്റിനും വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 2019 തൊട്ടിട്ടാണ് ഈ ഒരു കറൻസി ചെസ്റ്റ് എന്നും സ്ട്രോങ് റൂം എന്നും പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറൽ ഓപ്പറേഷൻ നോംസ് ആര് കൊണ്ടുവരുന്നത്? RBI കൊണ്ടുവരുന്നത് കേട്ടോ. അത് ഏപ്രിൽ 2019 കൊണ്ടുവരുന്നത്. അപ്പോൾ RBI എന്ന് തൊട്ടാണ് കൊണ്ടുവരുന്നത്? സ്ട്രോങ് റൂം കറൻസി ചെസ്റ്റും കൊണ്ടുവരുന്നത് എന്നാ ഏപ്രിൽ 2019. ചിലപ്പോൾ ചോദിക്കാം, കറൻസി ചെസ്റ്റിൻ്റെ ഓപ്പറേഷണൽ നോംസ് RBI എന്നാണ് പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് റൂംസിനും കേട്ടോ. ഇനി അതുകൂടാതെ കോംപ്രിഹെൻസീവ് റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് കവറിങ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കൺസ്ട്രക്ഷൻ, അതുമായി ബന്ധപ്പെട്ട് സേഫ് ഡെപ്പോസിറ്റ് വോൾട്ട്സ് ലോക്കർ അതൊക്കെ ഇഷ്യൂ ചെയ്തു. ഓഗസ്റ്റ് 2021 മാറ്റം വന്നിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിർബന്ധമായിട്ട് റെക്കോർഡ് ചെയ്യണം എന്ന് മാൻഡേറ്റ് വന്നിട്ടുണ്ട്. അത് ജനുവരി 2022. 2021 ഈ ഒരു സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ആൻഡ് വോൾട്ട് നോംസ് എന്ന് പറഞ്ഞിട്ട് 2021 ഒരു സർക്കുലർ RBI പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ നമ്മൾ അതൊന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, കുറേ പോയിന്റുകളുണ്ട് നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് സർവൈലൻസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ബാങ്ക്സ് CCTV ക്യാമറാസ് എൻട്രി പോയിൻറ്റ്സിലും എന്തിൻ്റെ നമ്മുടെ ഈ ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വെക്കണം. എൻട്രി പോയിൻറ്റിലും എക്സിറ്റ് പോയിൻറ്റിലും രണ്ടും ഒന്ന് തന്നെയാണ്. എൻട്രി എക്സിറ്റും ഒരു പോയിൻറ്റിലൂടെ തന്നെയാണ്, അവിടെ വെക്കണം. എന്നിട്ടത് മിനിമം 180 ദിവസം സൂക്ഷിക്കണം റെക്കോർഡിങ്സ് കേട്ടോ. എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാലാണ്. പിന്നെ ഇലക്ട്രോണിക് സെക്യൂരിറ്റി വേണം, ഡിജിറ്റലി ഓപ്പറേറ്റഡ് ആയിരിക്കണം, സ്മാർട്ട് ലോക്കറുകളായിരിക്കണം. RBI സൈബർ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ചെക്കിങ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആക്സസ്, സ്ട്രോങ് റൂമിലേക്കുള്ള ആക്സസ് സ്ട്രിക്ട്ലി ലിമിറ്റഡ് ആയിരിക്കണം. എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് ഒരു സംശയം ഉണ്ടാവില്ലേ. നമ്മൾ വെച്ച ഒരു പൈസ, നമ്മളിപ്പോൾ കുറേ പവൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതൊന്നും ബാങ്കിന് അറിയില്ല. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണമെന്ന് നമ്മളോട് ചോദിക്കണില്ല. ബാങ്ക് നമ്മൾ പൊതിഞ്ഞു കൊണ്ടുവയ്ക്കണോ, സാധനം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കറൻസി വെക്കാൻ പാടില്ല, ആയുധങ്ങൾ വെക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വെക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കുണ്ടാവും. നമ്മളെ കൊണ്ട് ബോണ്ടൊക്കെ എഴുതി ഒപ്പിടിപ്പിക്കും. നമ്മളതൊന്നും വായിച്ചു നോക്കാറൊന്നുമില്ല, നമ്മൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാതെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്താ കൊണ്ടുവയ്ക്കണമെന്ന് ബാങ്കിന് അറിയില്ല. അതുകൊണ്ട് ബാങ്ക് എത്ര രൂപ തരും, മുഴുവൻ തുകയും ബാങ്ക് തരുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. ബാങ്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 100 times ആണ് കേട്ടോ ആനുവൽ ലോക്കർ റെൻറ്റ്. അതിപ്പോൾ ഓരോ ഏരിയയ്ക്കും ചിലർക്ക് 3000 ആയിരിക്കും, ചിലർക്ക് 1500 ആവും. അത് 3 തരത്തിലാണ് ലോക്കർ. ഒന്ന് ലാർജ് ഉണ്ടായിരിക്കും, മീഡിയം ഉണ്ടായിരിക്കും, സ്മോൾ ഉണ്ടായിരിക്കും. അത് ഓരോ ബാങ്കിനനുസരിച്ച് വാരി ചെയ്യും. അപ്പോൾ ഈ 3 ലോക്കറിന് 3 റേറ്റാണ് ഉണ്ടായിരിക്കുക, സ്പേസ് അനുസരിച്ച്. ചിലർക്ക് കുറേ സാധനങ്ങൾ വെക്കാനുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ലാർജ് എടുക്കാം, അല്ല ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ചെറുതെടുക്കാം, സ്മോൾ എടുക്കാം, അല്ല മീഡിയം മതിച്ചാൽ മീഡിയം എടുക്കാം. അപ്പോൾ അത് പിന്നെ അത് മാത്രമല്ല, ഇത് ലോക്കൽ, റൂറൽ, അതുപോലെ അതിനനുസരിച്ചിട്ട് അർബനും റൂറലിനൊക്കെ വ്യത്യസ്തമാണ്. കാരണം മുനിസിപ്പാലിറ്റി ഏരിയയിലും കോർപ്പറേറ്റ് ആ ഭാഗത്തുള്ള ബാങ്കുകളാണെങ്കിൽ, ടൗണിലുള്ള ബാങ്കുകളാണെങ്കിൽ അവർക്ക് ഇത്തിരി കൂടും. എന്നാൽ നോർമലായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് RBI സർക്കുലറും ഗൈഡ് ലൈൻസും ഉണ്ട്. അതിനനുസരിച്ച് നിരക്ക് നമുക്ക് ഓൾറെഡി അവരവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും കേട്ടോ. ആ വഴിക്കിൽ തന്നെ പോകണോടത്ത് തന്നെ ഒട്ടിച്ചിട്ടുണ്ടാവും. നമ്മളോട് പറയുകയും ചെയ്യും ഇത്ര രൂപയാണെന്ന് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ തന്നെ പറയും.
അപ്പോൾ ഇപ്പോൾ 1600 രൂപയാണ് അടയ്ക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2000 രൂപയാണ് ആനുവലി നമ്മൾ അടയ്ക്കണമെന്ന് വിചാരിക്കുക. അതിൻ്റെ 100 ടൈംസ് മാത്രമേ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ഇത് തകർന്നാൽ കിട്ടുള്ളൂ കേട്ടോ. അതാ പറയണത്. ആക്സസ് ടു ദ സ്ട്രോങ് റൂം ഈ സ്ട്രിക്ട്ലി ലിമിറ്റഡ് ആണ്. ആൻഡ് എനി ഡാമേജസ് ടു വോൾസ് ഡ്യൂ ടു നെഗ്ലിജൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ടാവാം. ഓക്കെ, അപ്പോൾ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കുക, അങ്ങനത്തെ ബാങ്കിൻ്റെ നെഗ്ലിജൻസ് കൊണ്ട് സംഭവിക്കാമല്ലോ. കാരണം കള്ളം വന്നു, ഇതൊക്കെ എടുത്തുകൊണ്ടുപോയി, അത് ബാങ്കിൻ്റെ നെഗ്ലിജൻസ് ആണ്. പക്ഷേ എന്നിരുന്നാലും നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചാലും നെഗ്ലിജൻസ് സംഭവിച്ചാലും ബാങ്ക് ലയബിളായി തരുന്ന തുക ഇത് മാത്രമേ തരുള്ളൂ കേട്ടോ. 100 ടൈംസ് ഓഫ് ആനുവൽ ലോക്കർ റെൻറ്റ്. ആനുവൽ ലോക്കർ റെൻറ്റിൻ്റെ 100 ടൈംസാണ് നമുക്ക് തരുള്ളൂ. അതിൽ കൂടുതൽ അവർ തരില്ല, അതിൻ്റെ ഉള്ളിൽ എന്ത് നിധി കൊണ്ടുവച്ചാലും. അപ്പോൾ അതാണ് ഈ ഒരു 2021 നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് 2-3 പോയിൻ്റുകൾ കേട്ടോ. അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അത്യാവശ്യം പോയിൻ്റുകളുണ്ട്, കാരണം നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് കണ്ടൻറ്റ് കുറച്ചധികം ഉണ്ട്. അപ്പോൾ നോട്ട് വായിക്കാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ നോട്ട് വായിക്കുക. ഇനി നോട്ട് വായിക്കണം, PDF വേണം എന്നുള്ളവർ ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, 500 രൂപയാണ് നമ്മൾ പെയ്ഡ് കോഴ്സിന് വാങ്ങുന്നത്. കാലാവധി പറയുന്നത് 6 മാസമാണ്. കുറേ നാളായി നമ്മൾ ഗ്രൂപ്പ് ഒരു 1 ഇയറിന് മുകളിലായെങ്കിലും നമ്മൾ ആരെയും പിടിച്ചു വിട്ടിട്ടൊന്നുമില്ല. അവരിപ്പോഴും ഗ്രൂപ്പിൽ തുടരുന്നു, നമ്മളിടുന്ന കണ്ടൻറ്റുകളൊക്കെ വായിച്ച് പഠിക്കുന്നു. അപ്പോൾ അതേപോലെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഓരോരോ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇതുപോലെ കറക്റ്റായിട്ടുള്ള ലോങ് വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.